Good afternoon, all. Good afternoon, Miss. Good afternoon. Good afternoon, ma'am. Okay, good afternoon. അപ്പോൾ നമ്മള് പുതിയ ചാപ്റ്റർ ആയിട്ടാണ് വന്നിരിക്കുന്നത്. കഴിഞ്ഞ പ്രാവശ്യത്തെ അതിലുള്ള സിമ്പിൾ ചാപ്റ്റർ അല്ല, ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട്. Good afternoon. അപ്പൊ നമുക്ക് പുതിയ ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യാം. എന്നാലും നമുക്ക് ഒന്നിച്ച് മൂവ് ചെയ്യാം. നമുക്ക് എളുപ്പത്തിൽ മനസ്സിലാക്കിയെടുക്കാൻ ശ്രമിക്കാം. മെയിൻ്റനൻസ് ഡിപ്പാർട്ട്മെന്റ് എന്നാണ് നമ്മുടെ പുതിയ ചാപ്റ്റർ. അപ്പൊ മെയിൻ്റനൻസ് എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം എന്തെങ്കിലും അറ്റകുറ്റപ്പണികൾ അല്ലെ, അത് കൈകാര്യം ചെയ്യുന്ന ഒരു ഡിപ്പാർട്ട്മെന്റിന്റെ കാര്യമാണ് അവിടെ പറയുന്നത്. തീർച്ചയായിട്ടും നമുക്ക് ഒരു ഹോസ്പിറ്റൽ ആകുമ്പോൾ ഒരു വലിയ ബിൽഡിംഗ് ആണ്, ഒരുപാട് ഫെസിലിറ്റീസ് അവിടെ പേഷ്യൻസിന് ലഭ്യമാക്കേണ്ടതുണ്ട്. തീർച്ചയായിട്ടും നല്ല ഫെസിലിറ്റി ഉള്ള ഹോസ്പിറ്റലിലേക്ക് പോകാനായിരിക്കും ഏതൊരു പേഷ്യന്റും ആഗ്രഹിക്കുന്നത് അല്ലെ. അവിടെ നല്ല ഡോക്ടറുടെ സേവനം മാത്രമല്ല പേഷ്യൻസ് ആഗ്രഹിക്കുന്നത് അത്യാവശ്യം കോസ്റ്റ് കുറഞ്ഞ നല്ല ഡോക്ടറുടെ സേവനമുള്ള എന്നാൽ നല്ല ഫെസിലിറ്റി ഉള്ള ഹോസ്പിറ്റലിൽ തേടിയായിരിക്കും ഓരോ പേഷ്യൻസും പോകുന്നത്. സോ അതുകൊണ്ട് തന്നെ അവിടെ കറക്റ്റ് ആയിട്ട് എല്ലാ തരത്തിലുള്ള ഫെസിലിറ്റികളും സൗകര്യങ്ങളും ഹോസ്പിറ്റലിൽ കൃത്യമായിട്ട് ലഭ്യമാക്കി കൊടുത്തിരിക്കണം. എന്തെങ്കിലും നമുക്കറിയാം ഏതൊരു ഹോസ്പിറ്റലും ഏതൊരു വീടും ആണെങ്കിൽ പോലും അറ്റകുറ്റപ്പണികളൊക്കെ എന്തെങ്കിലും ഇടയ്ക്കിടയ്ക്കൊക്കെ റിപ്പയർമെന്റ് ഒക്കെ നടത്തേണ്ടതായിട്ട് വരും അല്ലെ. അപ്പൊ കൃത്യമായിട്ട് ഒരു വലിയ ഹോസ്പിറ്റൽ ആണെന്നപ്പോ നിങ്ങൾക്ക് കൺസിഡർ ചെയ്യാവുന്നതേ ഉള്ളൂ. നമുക്കറിയാം എവിടെയെങ്കിലൊക്കെ അറ്റകുറ്റപ്പണികളൊക്കെ അല്ലെ, കേസ് അവിടെ എക്യുപ്മെന്റ്സിന് തകരാറ് സംഭവിക്കാം, അവിടെയുള്ള അല്ലെ വയറിങ് പ്ലംബിങ് വർക്കുകൾക്കൊക്കെ തകരാറ് സംഭവിക്കാം, ബിൽഡിങ്ങിന് തകരാറുകൾ സംഭവിക്കാം അല്ലെ, എല്ലാ തരത്തിലുള്ള അവിടെയുള്ള ഫർണിച്ചേഴ്സിന് തകരാറ് സംഭവിക്കാം, പലതരത്തിൽ അല്ലെ. അവിടെ തീർച്ചയായിട്ടും മെയിൻ്റനൻസ് എന്ന് പറയുമ്പോൾ ഈ അറ്റകുറ്റപ്പണികൾ തീർക്കുക. അത് എന്ത് കാര്യമാണെങ്കിലും അത് കൃത്യമായിട്ട് തന്നെ പരിഹരിച്ച് ആ ഫെസിലിറ്റി ലഭ്യമാക്കിയാലാണ് പേഷ്യന്റ് ഹാപ്പി ആകുന്നത്. സോ അതുകൊണ്ട് തന്നെ നമുക്ക് നോക്കാം എന്താണ് മെയിൻ്റനൻസ് ഡിപ്പാർട്ട്മെന്റിന്റെ കാര്യത്തിൽ എടുത്തു പറയുന്ന കാര്യങ്ങൾ എന്ന്. Okay, അപ്പൊ ഹോസ്പിറ്റൽ ആർ വൺ ഓഫ് ദോസ് ഫെസിലിറ്റീസ് വി കാനോട്ട് ലിവ് വിത്തൗട്ട്. ഓക്കെ, ഹോസ്പിറ്റലിൽ ഇല്ലാതെ നമുക്ക് ജീവിക്കാനൊന്നും പറ്റില്ല. ഒപ്പം തന്നെ നല്ല ഫെസിലിറ്റി ഉള്ള ഹോസ്പിറ്റൽ ലഭ്യമാകുകയും വേണം അല്ലെ. വി എക്സെപ്റ്റ് ദം ടു, ഇതില് ഓരോ വാക്കുകളുടെ പ്രത്യേകത ജസ്റ്റ് അതൊന്ന് മനസ്സിലാക്കി എടുക്കാനുള്ള രീതിയിലാണ് ഇതിൽ നിർവഹിച്ചിരിക്കുന്നത്. അതാത് പദങ്ങള് അതാതിന്റെ മീനിങ്ങിലേക്ക് തന്നെ തർജ്ജമ ചെയ്ത് ഗ്രഹിക്കാൻ പറ്റണമെന്നില്ല. സോ നമ്മൾ കുറച്ച് അല്ലെ നിങ്ങൾക്ക് ഗ്രഹിക്കാവുന്ന രീതിയിൽ തന്നെയാണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ചോദിച്ച് ക്ലിയർ ചെയ്ത് പോകാനായിട്ട് ശ്രമിക്കാം. ഓക്കെ, അപ്പൊ അതില് പ്രധാനമായിട്ടും പറയുന്നത് ഹോസ്പിറ്റൽ ആർ വൺ ഓഫ് ദോസ് ഫെസിലിറ്റി വി കാനോട്ട് ലീവ് വിത്തൗട്ട് that we accept them to always be able to deliver a sufficient level of service. Okay, നമുക്ക് നല്ല സഫീഷ്യന്റ് ആയിട്ടുള്ള അല്ലെ മതിയായ രീതിയിലുള്ള സർവീസ് അവിടെ എല്ലാവരും തന്നെ പ്രതീക്ഷിക്കുന്നതാണ്. However, that holds true only if hospital and facility managers give proper attention to hospital maintenance. Okay, ഇത് നമുക്കറിയാം കൃത്യമായിട്ട് അവിടെ ലഭ്യമാക്കി കൊടുക്കണമെങ്കിൽ ഫെസിലിറ്റി മാനേജേഴ്സ് ഒക്കെ നല്ല ശ്രദ്ധാപൂർവം ഇത് കൈകാര്യം ചെയ്യണം അല്ലെ. എവിടെയാണോ എന്തെങ്കിലും അറ്റകുറ്റപ്പണികൾ വരിക അത് തീർച്ചയായിട്ടും ശ്രദ്ധയിൽപ്പെട്ടില്ലെങ്കിൽ തന്നെ പ്രശ്നമാണ് അല്ലെ. അപ്പൊ ശ്രദ്ധയിൽപ്പെടേണ്ടത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. ശ്രദ്ധയിൽപ്പെട്ടാൽ മാത്രം പോലെ നമുക്ക് സമയത്തിനുള്ളിൽ അത് പരിഹരിച്ച് അവിടെ അവൈലബിൾ ആക്കുക. ആ ഒരു ഏത് സംഭവമാണോ അത് കൃത്യമായിട്ട് തന്നെ പരിഹരിച്ച് ആ ഫെസിലിറ്റി ലഭ്യമാക്കി കൊടുക്കണം. അത് മാത്രമല്ല നമുക്കറിയാം ഈ കാലഘട്ടത്തിനനുസരിച്ചിട്ടുള്ള ഫെസിലിറ്റീസ് ആയിരിക്കും എല്ലാവരും ആഗ്രഹിക്കുന്നത് അല്ലെ. അപ്പൊ അതിനനുസരിച്ചിട്ട് അതിന് മത്സരിച്ച് ആ ഒരു രീതി അപ്ലൈ ചെയ്യുന്ന രീതിയിലേക്ക് ആയിരിക്കണം നമ്മൾ മൂവ് ചെയ്യേണ്ടത്. സോ എന്താണ് ഇവിടെ പ്രധാനമായിട്ടും പറയുന്നത്? ഹൗവർ ദാറ്റ് ഹോൾഡ് only if hospital and facility managers give proper attention to hospital maintenance. അതുകൊണ്ട് തന്നെ ഹോസ്പിറ്റൽ മെയിൻ്റനൻസിൽ എന്താണ് ഫെസിലിറ്റി മാനേജേഴ്സ് പ്രോപ്പർ ആയിട്ടുള്ള അറ്റൻഷൻ കീപ്പ് ചെയ്യണം എന്നുള്ളതാണ്. Despite the downtime, equipment failure and other assets issue can heavily disrupt workflow in any industry. In the context of a hospital, they are literally the line between life and death.
ഓക്കെ, നമുക്കറിയാം എന്താണ് എന്തെങ്കിലും അല്ലെ അവിടെ കറക്റ്റ് സമയത്തിന് അത് പരിഹരിച്ചില്ലെങ്കിൽ വളരെ ബുദ്ധിമുട്ടാണ് അല്ലെ. നമ്മളിപ്പോ ഒരു വീട്ടില് ചെറിയ ചെറിയ പ്രശ്നങ്ങൾ, ചില ചെറിയ മെയിൻ്റെനൻസ് ഒക്കെ വേണമെങ്കിൽ 1 മാസം 2 മാസമൊക്കെ നമുക്ക് നീട്ടിയാണെങ്കിലും കുഴപ്പമൊന്നുമില്ല അല്ലെ. അത് കുറച്ച് നാളുകൾക്ക് അടുത്ത് പരിഹരിച്ചാലും ജസ്റ്റ് അർജന്റ് ആയിട്ട് പരിഹരിക്കുന്ന അല്ലെ ഒരു എന്താ പറയുക എമർജൻസി കാര്യങ്ങളല്ല, വല്ല ഷോപ്പും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ നമുക്കറിയാതെ പെട്ടെന്ന് തന്നെ പരിഹരിക്കേണ്ടതാണ്. അതല്ലാതെ ചെറിയ ചെറിയ കംപ്ലൈന്റ് ആണെങ്കിൽ നമ്മൾ അല്ലെ വീടുകളിലൊക്കെ ആവുമ്പോൾ പിന്നെയാവട്ടെ എന്നൊക്കെ വെക്കും. പക്ഷെ അത് ഇച്ചിരി കൂടി വലുതായി കഴിയുമ്പോഴായിരിക്കും നമ്മൾ പരിഹരിച്ച് അല്ലെ ലംസം എമൗണ്ട് മുടക്കിയിട്ടായിരിക്കും നമ്മൾ പരിഹരിക്കുന്നത്. അതേപോലെ പക്ഷെ നമുക്ക് ഹോസ്പിറ്റലിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നമുക്ക് അങ്ങനെ വെച്ചുകൊണ്ടിരിക്കാൻ പറ്റില്ല അല്ലെ. പറ്റുമോ? ഹോസ്പിറ്റലിലെ മെയിൻ്റെനൻസ് കാര്യങ്ങളൊക്കെ കുറച്ച് നാളൊക്കെ ഡിലേ ആക്കാൻ പറ്റുമോ? ഈ പാഠം എന്താ പറയുക ഈ ചാപ്റ്റർ നമുക്ക് ഒന്നിച്ച് മൂവ് ചെയ്യാനേ പറ്റുള്ളൂ കേട്ടോ. ഓക്കെ, പരിഹരിക്കാൻ പറ്റില്ല അല്ലെ. അത് നമുക്കറിയാം കറക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് പരിഹരിച്ചു പോകണം. അധികം സമയം അല്ലെ നമുക്ക് വെയിറ്റ് ചെയ്യാനൊന്നും പറ്റില്ല. കാരണം ഹോസ്പിറ്റലാണ്, നമുക്ക് അറിയാം അത് കൃത്യമായിട്ട് പരിഹരിച്ചില്ല എങ്കിൽ അതിന്റെ ഒരു ഒരു അതർ എഫക്ട്സ് എന്ന് പറയുന്നത് ദേ ആർ ലിറ്ററലി ദ ലൈൻ ബിറ്റ്വീൻ ലൈഫ് ആൻഡ് ഡെത്ത്. ജീവിതവും മരണവും തമ്മിലുള്ള പോരാട്ടം വഴിയിരിക്കും അല്ലെ. കാരണം കറക്റ്റ് ആയിട്ട് ചില എക്യുപ്മെന്റ്സുകളൊക്കെ ആണെങ്കിൽ നമുക്കറിയാം കറക്റ്റ് ആയിട്ട് തന്നെ പരിഹരിച്ചു പോകണം. അതല്ല എങ്കിൽ നമ്മൾ ഒരു ഓപ്പറേഷൻ തിയേറ്ററിൽ കയറുമ്പോഴായിരിക്കും എന്തെങ്കിലും എക്യുപ്മെന്റ്സിന് എന്തെങ്കിലുമൊക്കെ തകരാറുള്ളത് ഉണ്ടെങ്കിൽ അല്ലെ എമർജൻസി ആയിട്ടുള്ള എക്യുപ്മെന്റ്സിന് തകരാറാണെന്ന് കണ്ടുപിടിക്കേണ്ടതുണ്ട്, കൃത്യമായിട്ട് പരിഹരിച്ചു പോകണം. അതല്ലെങ്കിൽ അവിടെ ചെല്ലുമ്പോഴെന്താണ് ചിലപ്പോൾ ആണെങ്കിൽ ജീവന് തന്നെ ഭീഷണിയാവാനായിട്ടുള്ള സാധ്യതയുണ്ട് അല്ലെ. അപ്പൊ അതുകൊണ്ട് തന്നെ എക്യുപ്മെന്റ്സുകളാണെങ്കിലും എന്ത് കാര്യങ്ങളാണെങ്കിലും ഹോസ്പിറ്റലിൽ എന്തെങ്കിലും റിക്വയർമെന്റ്സ് ആണെങ്കിലും തീർച്ചയായിട്ടും അത് മസ്റ്റ് ആയിട്ട് പരിഹരിച്ചു പോകാം. ചെറിയ ചെറിയ രീതിയിലൊക്കെ ക്വസ്റ്റ്യൻസ് കാണാം കേട്ടോ. അതായത് എന്താണ് ഇങ്ങനെ കൃത്യമായിട്ട് പരിഹരിച്ചില്ലെങ്കിൽ എന്താണ് സംഭവിക്കുക അല്ലെ. അവിടെ അതിന്റെ കാര്യം എന്ന് പറയുന്നത് നമുക്കറിയാം അവിടെ ലൈഫിനും ഡെത്തിനും അല്ലെ ഇടയിൽ പെടുന്ന ഒരു അവസ്ഥ ഉണ്ടാവാനായിട്ടുള്ള സാധ്യതകൾ ഉള്ളതുകൊണ്ടാണ് കറക്റ്റ് ആയിട്ട് പരിഹരിച്ചു പോകണമെന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ചെറിയ രീതിയിൽ ക്വസ്റ്റ്യൻസ് എന്ത് വന്നാലും നിങ്ങൾ അത് മനസ്സിലാക്കി അറ്റൻഡ് ചെയ്യാനായിട്ട് ശ്രമിക്കണം. ഓക്കെ, അപ്പൊ മെയിൻ്റെനൻസ് എന്ന് പറയുന്നത് പങ്ക്ച്വൽ ആയിട്ട് തന്നെ കൈകാര്യം ചെയ്ത് പോകണം എന്നാണ് നമ്മുടെ ഈ ചാപ്റ്ററിൽ പ്രധാനമായിട്ടും നമ്മളോട് പ്രതിപാദിക്കുന്നത്. Unfortunately, problems with the physical assets and infrastructure are avoidable by following best practices and using maintenance software to organize the streamline all aspects of maintenance work. നമ്മളിപ്പോ പരിഹരിച്ചു പോകണമെന്ന് പറഞ്ഞു. അപ്പോ ഇങ്ങനെ കൃത്യമായിട്ട് എന്തെങ്കിലുമൊക്കെ ട്രബിൾ ഉണ്ടോ എന്നൊക്കെ നമുക്ക് അല്ലെ പല ഡിപ്പാർട്ട്മെന്റുകളൊക്കെ ആയതുകൊണ്ട് തന്നെ അല്ലെ അത് കൃത്യമായിട്ട് തന്നെ ഇൻഫോർമേഷൻസ് ഒക്കെ എല്ലാവർക്കും പാസ് ചെയ്യണം. അപ്പൊ അതിനു വേണ്ടിയിട്ട് നല്ലൊരു അടിസ്ഥാനപരമായിട്ടുള്ള ഒരു സ്ട്രക്ചർ അല്ലെ ഫിസിക്കൽ അസറ്റ്സിനൊക്കെ നല്ലൊരു അടിസ്ഥാന സൗകര്യങ്ങൾ ലഭ്യമാകേണ്ടതുണ്ട്. അത് അവോയ്ഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കറിയാം വളരെ കാര്യമായിട്ടുള്ള പ്രത്യാഘാതങ്ങൾ ഉണ്ടാവും അല്ലെ. സോ ബൈ ഫോളോയിങ് ബെസ്റ്റ് പ്രാക്ടീസ് ആൻഡ് യൂസിങ് മെയിൻ്റെനൻസ് സോഫ്റ്റ്വെയർ ടു ഓർഗനൈസ് ആൻഡ് സ്ട്രീംലൈൻ ഓൾ ആസ്പെക്ട് ഓഫ് മെയിൻ്റെനൻസ് വർക്ക്. അതുകൊണ്ട് തന്നെ മെയിൻ്റെനൻസ് സോഫ്റ്റ്വെയർ ആസൂത്രണം ചെയ്ത് നടപ്പാക്കി അത് ഫോളോ ചെയ്യാനൊക്കെ ആയിട്ട് ഹോസ്പിറ്റലുകാര് ശ്രമിക്കേണ്ടത് ആവശ്യമാണ്. സോ മെയിൻ്റെനൻസ് എന്ന് പറയുന്ന ചാപ്റ്റർ ആണ്. അപ്പൊ മനസ്സിലാക്കുക ഫെസിലിറ്റീസുകൾക്ക് എന്തെങ്കിലുമൊക്കെ അറ്റകുറ്റപ്പണികളൊക്കെ ഇടയ്ക്കിടയ്ക്ക് വരാൻ സാധ്യതകളുണ്ട്. സോ അതെല്ലാം കറക്റ്റ് ടൈമിൽ നമ്മൾ മനസ്സിലാക്കുകയും വേണം, പരിഹരിച്ചു പോകേണ്ടതുണ്ട്. സോ അത് പരിഹരിച്ചു പോകണമെങ്കിൽ തീർച്ചയായിട്ടും നമുക്കറിയാം ചില കൃത്യമായിട്ടുള്ള ഒരു സ്ട്രക്ചർ ഉണ്ടാവും, ഒരു ഘടന ഉണ്ടാവും അല്ലെ. അപ്പൊ അസുഖിതമായിട്ടുള്ള ഒരു ഘടന എന്ന് പറയുന്നത് മെയിൻ്റെനൻസ് സോഫ്റ്റ്വെയർ രീതിയിൽ നമ്മൾ ഓർഗനൈസ് ചെയ്തിട്ട് അത് ഫോളോ ചെയ്ത് നടപടിക്രമങ്ങൾക്ക് അനുസൃതമായിട്ട് മുന്നോട്ട് പോവുകയാണെങ്കിലാണ് ഈ പ്രോബ്ലംസ് ഒക്കെ കൃത്യമായിട്ട് പരിഹരിച്ച് പോകാനായിട്ട് സാധിക്കും. ഓക്കെ, ഇൻട്രൊഡക്ഷൻ എന്താണെന്ന് ക്ലിയർ ആയോ? എന്തെങ്കിലും ചെറിയ ക്വസ്റ്റ്യൻസ് ഒക്കെ വന്നാൽ നിങ്ങൾ അറ്റൻഡ് ചെയ്യുക. ചെറിയ എന്താ പറയുക വളരെ റയർ ആയിട്ടൊക്കെ കണ്ടിട്ടുണ്ട് ആ ഒരു അല്ലെ കൃത്യമായിട്ട് പരിഹരിച്ചില്ലെങ്കിൽ ഇത് സംഭവിക്കും എന്നുള്ള രീതിയിൽ ക്വസ്റ്റ്യൻ കണ്ടിട്ടുണ്ട്. സോ അതൊന്ന് നോട്ട് ചെയ്ത് പോവാം. വീണ്ടും മനസ്സിലാക്കുക എന്താണ് വൈ ആർ ഹോസ്പിറ്റൽസ് സോ ഡിഫറെന്റ് ഫ്രം അതർ ബിൽഡിംഗ്സ്. എന്തുകൊണ്ടാണ് നമ്മൾ ജസ്റ്റ് പറഞ്ഞതാണ്. എന്നാൽ നോക്കുക വൈ ആർ ഹോസ്പിറ്റൽസ് സോ ഡിഫറെന്റ് ഫ്രം അതർ ബിൽഡിംഗ്സ്. നമുക്കറിയാവുന്നതാണ് എന്തുകൊണ്ടാണ് മറ്റു ബിൽഡിംഗ്സിൽ നിന്നും ഹോസ്പിറ്റലിൽ ഇത്ര പ്രത്യേകത നിറഞ്ഞതെന്ന് പറയുന്നത്. നമുക്ക് ഫ്രം ദ ഔട്ട്സൈഡ് മോസ്റ്റ് ഹോസ്പിറ്റൽ ബിൽഡിംഗ്സ് സീംസ് ഫെയർലി പീസ്ഫുൾ ആൻഡ് ക്വയറ്റ്. ഓക്കെ, നമുക്കറിയാം മിക്കവാറും ഹോസ്പിറ്റൽ എപ്പോഴും ശാന്തമായിട്ടും വളരെ അല്ലെ നല്ല രീതിയിൽ സമാധാനപൂർവ്വമായിട്ട്
പോയിക്കൊണ്ടിരിക്കുന്ന പ്ലേസ് ആണ്. അവിടെ എന്താ പറയുക, തിക്കും തിരക്കും കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ പ്രശ്നമാണ്. ഓൾറെഡി അവിടെ എന്താണ് പേഷ്യൻസ് ഒക്കെ അല്ലെ അൺവെല്ലായിട്ട് അല്ലെ അസുഖങ്ങളൊക്കെ ആയിട്ട് വരുന്ന പ്ലേസ് ആണ്. അതിന്റെ ഇടയില് അവിടുത്തെ അതിന്റെ അറ്റകുറ്റപ്പണികളും കാര്യങ്ങളൊക്കെ വളരെ മോഡലല്ലാതൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കറിയാം ആകെപ്പാടി മൊത്തത്തിൽ പ്രശ്നമായിരിക്കും അല്ലെ. Upon closer examination, you will see that the structure contain a complex mix of interacting parts. ഓക്കെ, കാരണം നമുക്ക് ഇതില് കൃത്യമായിട്ട് നമ്മൾ അത് ഹോസ്പിറ്റലിലെ പ്രവർത്തനങ്ങളെ എക്സാം ചെയ്താൽ നമുക്കറിയാം അതിൽ ഒരുപാട് കാര്യങ്ങൾ അവിടെ ശ്രദ്ധ കേന്ദ്രീകരിച്ച് കൈകാര്യം ചെയ്യേണ്ടതുണ്ട്. കോംപ്ലക്സ് മിക്സ് ഓഫ് ഇന്ററാക്ടിങ് പാർട്സുകളാണ്. കാരണം നമുക്കറിയാം അതിൽ ഡയഗ്നോസ്റ്റിക് അല്ലെ രോഗനിർണയം നടത്തുന്നുണ്ട്, ഹോസ്പിറ്റലാണെങ്കിലും ഫാർമസി ഉണ്ട്, നഴ്സറീസ് ഉണ്ട്, അതായത് കുട്ടികളുടെ പരിചരണ വിഭാഗങ്ങളൊക്കെ ഉണ്ട്, ക്ലിനിക്കൽ ലബോറട്ടറീസ് ഉണ്ട്, ഇമാജിംഗ് അല്ലെ നമുക്കറിയാം സിറ്റി സ്കാനും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഘടകങ്ങളുണ്ട്, ട്രീറ്റ്മെന്റ് ആൻഡ് എമർജൻസി റൂം ഉണ്ട്, സർജറി ഹാൾസ് ഉണ്ട്, ഫുഡ് സർവീസ് ക്യാൻറ്റീൻ സർവീസുകളുണ്ട്, ഹൗസ് കീപ്പിംഗ് ക്ലീനിങ് സെക്ഷനുകളുണ്ട്, ഇൻപേഷ്യന്റ് ഹൗസിംഗ് അല്ലെ അഡ്മിറ്റ് ചെയ്യുന്ന പേഷ്യൻസിനെ കൈകാര്യം ചെയ്യുന്ന ഇടങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ ഒരു ഹോസ്പിറ്റൽ എന്ന് പറയുമ്പോൾ അതൊരു വലിയ ബിൽഡിംഗ് ആണ്. മറ്റു ബിൽഡിങ്ങുകളിൽ നിന്ന് വ്യത്യസ്തമാണെന്ന് പറയാൻ കാരണം അവിടെ എന്താണ് രോഗികളായിട്ടുള്ള കാര്യങ്ങളുടെ അല്ലെ അവിടെ കൃത്യമായിട്ടുള്ള പ്രത്യേക പ്രവർത്തനങ്ങളൊക്കെയാണ് അവിടെ നടപ്പാക്കുന്നത്. അതായത് രോഗനിർണയവും ഫാർമസി നഴ്സറീസും നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളൊക്കെയാണ്. അപ്പൊ കോംപ്ലക്സ് ആയിട്ടുള്ള പല കാര്യങ്ങളും കൂടി നടപ്പാക്കുന്ന ഒരു വലിയൊരു വലിയൊരു ഡിപ്പാർട്ട്മെന്റ്, അതായത് വ്യത്യസ്ത ഡിപ്പാർട്ട്മെന്റുകൾ കൂടി ചേരുന്ന ഒരു ഓർഗനൈസേഷൻ ആണ് നമുക്കറിയാം ഹോസ്പിറ്റൽ എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ ആ ഒരു ഹോസ്പിറ്റൽ സമുച്ചയത്തിന്റെ ഉള്ളില് നമുക്കറിയാം സമാധാനം കാത്തു സൂക്ഷിച്ച് മുന്നേറേണ്ടതുണ്ട്. അവിടെ ഓൾറെഡി എന്താണ് ആളുകളായിട്ടുള്ള പീപ്പിൾസ് ആണ്. അതിനോടൊപ്പം തന്നെ ഇത്തരത്തിലുള്ള എന്തെങ്കിലുമൊക്കെ അല്ലെ എന്തെങ്കിലും ഡിസ്റ്റർബുകളൊക്കെ സംഭവിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ ജീവൻ മരണ പോരാട്ടങ്ങൾ ഉണ്ടാകാനായിട്ടുള്ള സാധ്യതകളുണ്ട്. പ്രത്യേകിച്ച് നമുക്കറിയാം അല്ലെ രോഗനിർണയത്തിന് വേണ്ടിയിട്ട് നമ്മൾ എന്തെങ്കിലുമൊക്കെ സിറ്റി സ്കാനും കാര്യങ്ങളൊക്കെ ചെയ്യുന്നിടങ്ങള് അല്ലെങ്കിൽ കുട്ടികളുടെ പരിചരണ വിഭാഗങ്ങളിലൊക്കെ ചെറിയ ചെറിയ പ്രോബ്ലംസ് ഉണ്ടായാൽ മതി അല്ലെ. ഭയങ്കര എക്യുപ്മെന്റ്സിന് എന്തെങ്കിലും കറക്റ്റ് ടൈമില് കൈകാര്യം ചെയ്യാൻ പറ്റാത്ത എന്തെങ്കിലുമൊക്കെ വന്നു കഴിഞ്ഞാൽ മതി. നമുക്കറിയാം വലിയ സംഭവങ്ങളായിരിക്കും അവിടെ ഉണ്ടാവുക അല്ലെ. അപ്പൊ അതുകൊണ്ട് തന്നെ കറക്റ്റ് ആയിട്ട് അത് കൈകാര്യം ചെയ്ത് കൊണ്ടുപോകേണ്ടതാണ്. അപ്പൊ മനസ്സിലാക്കിയെടുക്കുക എന്താണ് ഇതൊരു കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു മിക്സ് അല്ലെ, അതാണ് അതിൽ പെടുന്നത് എന്നുള്ള കാര്യം മനസ്സിലാക്കുക. അതുകൊണ്ടാണ് അത് മറ്റിൽ നിന്നും അല്ലെ മറ്റുള്ള ബിൽഡിൽ നിന്നും ഒത്തിരി വ്യത്യസ്തമാണ് എന്ന് പ്രത്യേകമായിട്ട് എടുത്തു പറയുന്നത്. ഓക്കെ, അറിയാവുന്നതല്ലേ? വീണ്ടും എക്സ്പ്ലെയിൻ ചെയ്യണോ? ഓക്കെ, അറിയാവുന്നതല്ലേ? അല്ലെങ്കിൽ ക്വസ്റ്റ്യൻസ് വേണമെങ്കിൽ ചെറുതായിട്ടൊക്കെ ചോദിക്കാട്ടോ. മേക്ക് അല്ലെ കോംപ്ലക്സ് മിക്സ് ഓഫ് ഇന്ററാക്ടിങ് പാർട്സ് ആയിട്ട് എന്തുകൊണ്ടാണ് ഹോസ്പിറ്റലില് എന്തൊക്കെ കാര്യങ്ങൾ അല്ലെ പലതരത്തിലുള്ള കാര്യങ്ങൾ ഉണ്ട് എന്ന് പറയുന്നത് നമുക്ക് എക്സാമ്പിൾ ആയിട്ടൊക്കെ വരാം. ആൻസറില് ഡയഗ്നോസ്റ്റിക്കും ഫാർമസിയൊക്കെ പെടുന്നത് കൊണ്ടാണ് അല്ലെ. ആക്ച്വലി മറ്റു സ്ഥലങ്ങളിൽ ഇപ്പൊ സ്കൂളിലാണെങ്കിൽ നമുക്കറിയാം അവിടെയും ശ്രദ്ധിക്കേണ്ടതാണ്, അറ്റകുറ്റപ്പണികളൊക്കെ കൃത്യമായിട്ട് നിർവഹിച്ചു പോകേണ്ടതാണ്. പക്ഷെ അതിനേക്കാളും ഡിഫറെന്റ് ആണ് അല്ലെ ഹോസ്പിറ്റല്. കാരണം അവിടെ എന്താണ് നമുക്കറിയാം അവിടുത്തെ അറ്റകുറ്റപ്പണികൾ കറക്റ്റ് ആയിട്ട് ചെയ്തില്ലെങ്കിൽ നമുക്കറിയാം എല്ലാത്തിനെയും അല്ലെ അവിടെയുള്ള ആ ഒരു നമ്മുടെ ട്രീറ്റ്മെന്റുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ പ്രവർത്തനത്തിനെയും അത് ബാധിക്കും. അതേസമയം ഒക്കെ ആണെങ്കിൽ ഓരോ അറ്റകുറ്റപ്പണി നമുക്കൊരു വിവാഹം എന്തെങ്കിലും പ്രോബ്ലം സംഭവിച്ചാൽ നമുക്ക് വേണമെങ്കിൽ അടച്ചുകൂടിയിടാം അല്ലെ. മറ്റുള്ളവർക്ക് നമുക്ക് വേണമെങ്കിൽ ഒതുങ്ങിയിരുന്ന് കൈകാര്യം ചെയ്ത് പോകാം. എങ്കിലും ഞാൻ പറയാണ് അത് കറക്റ്റ് തന്നെ കൈകാര്യം ചെയ്ത് പോകണം അല്ലെ. എന്തെങ്കിലും ബിൽഡിംഗ് പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിലും നമുക്കറിയാം അവിടെയുള്ള കുട്ടികളെ അത് ബാധിക്കുന്നത് തന്നെയാണ്. പക്ഷെ കറക്റ്റ് ആയിട്ട് തന്നെ എല്ലാം തന്നെ ഇവാലുവേറ്റ് ചെയ്ത് കൈകാര്യം ചെയ്തത് ടൈം ടു ടൈമിൽ കൈകാര്യം ചെയ്ത് പോകേണ്ട ഒരു സംഗതിയാണ് ഹോസ്പിറ്റലിലെ അറ്റകുറ്റപ്പണി എന്ന് പറയാം അല്ലെ. ഒരു ദിവസം പോലും നമുക്ക് ഒരു മണിക്കൂർ പോലും നമുക്ക് ബാക്കപ്പ് ചെയ്ത് അല്ലെ പോകാനായിട്ട് സാധിക്കില്ല. അത് കൃത്യമായിട്ട് തന്നെ കൈകാര്യം ചെയ്ത് പോകേണ്ടതാണ്. ഓക്കെ അല്ലേ? നമുക്ക് നോക്കാം. Although this sounds like quite a handful already, that's not all. Each of these units is subject to a unique set of strict operating procedures that are regularly monitored by regulatory authorities. Okay. അപ്പൊ നമുക്കറിയാം ഇത്തരത്തിലുള്ള പ്രോബ്ലംസുകൾ സംഭവിക്കാൻ സാധ്യതയുള്ളത്, അതായത് ഇവിടെ ഇത്തരത്തിലും കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്ത് കൊണ്ടുപോകുന്നത് കൊണ്ട് തന്നെ സ്ട്രിക്റ്റ് ആയിട്ട് അത് കൈകാര്യം ചെയ്ത് പോകേണ്ടതാണ്. അറ്റകുറ്റപ്പണികളൊക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കുകയും പരിഹരിച്ചു പോകണം അല്ലെ. നോട്ട് അറ്റ് ഓൾ ഈച്ച് ദീസ് യൂണിറ്റ്സ് ഈസ് സബ്ജക്ട് ടു യൂണിക് സെറ്റ് ടു സ്ട്രിക്റ്റ് കൺട്രോൾ അല്ലെ.
അവിടെ ഐക്യത്തോട് കൂടിയിട്ടുള്ള ഒരു സ്ട്രിക്റ്റ് കൺട്രോൾ പ്രൊസീജിയർ ആവശ്യമാണ്. Then അപ്പോൾ സ്ട്രിക്റ്റ് കൺട്രോൾ ആവശ്യമാണ്. അതുകൊണ്ട് തന്നെ പറയാണ് ഇത് മോണിറ്റർ ചെയ്യുന്നത് ആരായിരിക്കണം? റെഗുലേറ്ററി അതോറിറ്റി അല്ലെ? അവിടെ കൃത്യമായിട്ട് തന്നെ അതിന് നിയമ നടപടികളൊക്കെ എടുക്കാൻ പറ്റുന്ന അധികാരികൾ തന്നെയായിരിക്കണം അത് കൈകാര്യം ചെയ്ത് കൊണ്ടുപോകേണ്ടത്. സോ അതൊന്നൊന്ന് നോട്ട് ചെയ്യാം. ആരായിരിക്കണം ഇത് ഓപ്പറേറ്റ് ചെയ്ത് കൊണ്ടുപോകേണ്ടത്? ഇത്തരം കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്ത് കറക്റ്റ് ആയിട്ട് തന്നെ മെയിൻ്റെനൻസ് കാര്യങ്ങളൊക്കെ ഓപ്പറേറ്റ് ചെയ്ത് അല്ലെ പ്രൊസീജിയേഴ്സ് അതിന്റെ നടപടിക്രമങ്ങളൊക്കെ കൈകാര്യം ചെയ്ത് കൊണ്ടുപോകേണ്ടത് റെഗുലേറ്ററി അതോറിറ്റീസ് ആണ്. ഓക്കെ അല്ലയോ? നോട്ട് ചെയ്തില്ലേ? വീണ്ടും അവിടെ പറയുന്നുണ്ട് ഓർഗനൈസിംഗ് മെയിൻ്റെനൻസ് വർക്ക് അറൗണ്ട് 24 അല്ലെ ഡിവൈഡ് ബൈ 7 സർവീസ് എന്ന് പറഞ്ഞാൽ 24 മണിക്കൂറും അല്ലെ ആഴ്ചയിൽ 24 മണിക്കൂറും സർവീസ് അവിടെ കാഴ്ചവെക്കേണ്ടതാണ്. അതായത് മെയിൻ്റെനൻസ് പ്രോബ്ലംസ് അല്ലെ എന്തെങ്കിലും ഉണ്ടാകണം. ചിലപ്പോ 1 മണിക്ക് നാളത്തേക്കോ മറ്റന്നത്തേക്കോ അല്ലെ അങ്ങനെ ഒരു ഡേറ്റിലേക്കൊന്നും നമുക്ക് നീക്കിവെക്കാൻ പറ്റില്ല. എല്ലാ ടൈമിലും എന്തെങ്കിലും അറ്റകുറ്റപ്പണികൾ ഉണ്ടെങ്കിൽ അത് ഏത് സമയത്തും അത് പരിഹരിച്ച് പോകേണ്ടതാണ് അല്ലെ. നൈറ്റിൽ ചിലപ്പോൾ എന്തെങ്കിലും കംപ്ലൈന്റ് വന്ന ഇലക്ട്രിക്കൽ ആയിട്ടുള്ള കംപ്ലൈന്റ്സ് ഒക്കെ വന്നു കഴിഞ്ഞാൽ നമുക്കറിയാം ആ നൈറ്റിൽ തന്നെ അത് ക്ലിയർ ചെയ്ത് പോകണം. മോർണിംഗ് ആവട്ടെ എന്ന് വെക്കാൻ പറ്റുമോ? ഉണ്ടോ? വായിക്കാൻ പറ്റുമോ? ഇല്ല അല്ലെ. അത് ഹോസ്പിറ്റൽ ആയതുകൊണ്ട് 24 അവേഴ്സും അവിടെ വർക്കിംഗ് ആണ്. ആ 24 അവേഴ്സിലും അറ്റകുറ്റപ്പണികൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് റിപ്പോർട്ട് ചെയ്ത് പരിഹരിച്ച് പോകേണ്ടതാണ്. അർജന്റലി പരിഹരിച്ച് പോകേണ്ടതാണെങ്കിൽ അർജന്റലി പരിഹരിച്ച് തന്നെ പോകേണ്ടതാണ്. സോ അതുകൊണ്ട് തന്നെ പറയാനാണ് ഓർഗനൈസിംഗ് മെയിൻ്റെനൻസ് വർക്ക് അറൗണ്ട് 24 ഡിവൈഡ് ബൈ 7 സർവീസ്. അതായത് ആഴ്ചയിൽ 24 അവേഴ്സും അത് മെയിൻ്റെനൻസ് വർക്ക് കറക്റ്റ് ആയിട്ട് കൈകാര്യം ചെയ്ത് പോകണം. ആ ഒരു അവേഴ്സും നിങ്ങൾ ജസ്റ്റ് നോട്ട് ചെയ്താല് 24 ഡിവൈഡ് ബൈ 7 എന്ന് പറഞ്ഞാൽ കൺഫ്യൂഷൻ ആവരുത്. അതായത് ആഴ്ചയിൽ 24 അവേഴ്സും അല്ലെ ഓരോ ദിവസവും എല്ലാ ദിവസവും വർക്കിംഗ് ആയിരിക്കും എന്നുള്ളതാണ്. Then walk into hospital at any hour, day or night, and there is some important activity going on. നേരത്തെ പറഞ്ഞ മാതിരി തന്നെ അല്ലെ ഏത് മണിക്കൂറും ഏത് ഡേ ആണെങ്കിലും നൈറ്റ് ആണെങ്കിലും ഇമ്പോർട്ടന്റ് ആണ് ഇത്തരത്തിലുള്ള മെയിൻ്റെനൻസ് ആക്ടിവിറ്റി അവിടെ കറക്റ്റ് ആയിട്ട് ചെയ്തു പോകേണ്ടതാണ്. For the maintenance team, this can be especially complex. There will need to keep a number of systems running continuously and still somehow find a time and place to perform a scheduled maintenance. നമുക്കറിയാം ഇത് കൃത്യമായിട്ട് തന്നെ ഒരു കോംപ്ലക്സ് ആയിട്ടുള്ള അല്ലെ സങ്കീർണമായിട്ടുള്ള പ്രശ്നമായതുകൊണ്ട് തന്നെ അവിടെ തീർച്ചയായിട്ടും നമുക്കറിയാം ഒരു ടൈം ടേബിളും കാര്യങ്ങളൊക്കെ അവിടെ ആവശ്യമാണ്. നല്ലൊരു ഷെഡ്യൂൾ അല്ലെ മെയിൻ്റെനൻസ് ക്രമം ഉണ്ടെങ്കിൽ മാത്രമാണ് ഇന്ന ബ്ലോക്കില് ഇന്ന പ്ലേസില് ഇന്ന പ്രോബ്ലം ഉണ്ട് എന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കുകയും അതനുസരിച്ചുള്ള നടപടികളൊക്കെ എടുക്കുകയും ചെയ്യണം അല്ലെ. അപ്പൊ അതിന് ഒരു കൃത്യമായിട്ടുള്ള ഒരു ഷെഡ്യൂളൊക്കെ അതിനനുസരിച്ച് മെയിൻ്റെനൻസ് ഷെഡ്യൂൾ കാര്യങ്ങൾ മെയിൻറ്റെയിൻ ചെയ്ത് പോകേണ്ടതാണ്. Then in practical terms, the maintenance team will need an airtight schedule, most likely without the different machines being serviced on a structured timetable. അതായത് ഇതിനെ പറയാനായിട്ടുള്ള കാരണം എന്ന് പറയുന്നത് ഭയങ്കര ടൈറ്റ് ഷെഡ്യൂൾ ആയിട്ട് ഈ റിപ്പയർമെന്റ്സും കാര്യങ്ങളൊക്കെ അവർക്ക് അലോട്ട് ചെയ്ത് കൊടുത്താലുള്ള പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് എല്ലാ കാര്യങ്ങളും ചെയ്യണം അല്ലെ. ചിലപ്പോൾ ഒരു റിപ്പയറും ഉണ്ട്, അല്ല കുറെ ഡിപ്പാർട്ട്മെന്റും ഉണ്ട്, ഒരുപാട് കംപ്ലൈന്റ്സും ഉണ്ടെങ്കിൽ അയാളെ കൊണ്ട് മാത്രം ചെയ്യാൻ പറ്റുമോ? ബുദ്ധിമുട്ടായിരിക്കില്ലേ? ബുദ്ധിമുട്ടാവില്ലേ? റിക്വയർമെന്റ് കാര്യങ്ങൾ ഒരുപാട് ഉണ്ടെങ്കിൽ ഒരാളെ കൊണ്ട് തന്നെ എല്ലാം കൈകാര്യം ചെയ്യാൻ പറ്റുമോ? ഇല്ല അല്ലെ. അതുകൊണ്ടാണ് പറയുന്നത് എയർ ടൈറ്റ് ഷെഡ്യൂൾ എന്ന് വെച്ചാൽ ഭയങ്കര അല്ലെ ടൈറ്റ് ചെയ്തിട്ടുള്ള ഷെഡ്യൂൾ ആണെങ്കിൽ നമ്പറൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാം. അപ്പൊ ടൈറ്റ് ചെയ്ത ഷെഡ്യൂൾ ഒക്കെ ആണെങ്കിൽ അവർക്ക് ബുദ്ധിമുട്ടായിരിക്കും അല്ലെ. അപ്പൊ അതുകൊണ്ട് പറയണം മോസ്റ്റ് ലൈക്ലി വിത്തൗട്ട് ഡിഫറെന്റ് മെഷീൻസ് ബീങ് സർവീസ്ഡ് ഓൺ എ സ്റ്റാൻഡേർഡ് ടൈം ടേബിൾ.
അങ്ങനെ വരുമ്പോൾ എന്താണൊക്കെ സ്തംഭിച്ചു പോകും അല്ലെ, എവിടെയെങ്കിലും ഒക്കെ ബ്ലോക്ക് ആകും. കാരണം എല്ലാം കൂടി ഇദ്ദേഹത്തിന് കൈകാര്യം ചെയ്യാൻ സാധിക്കില്ല. അപ്പൊ അവിടെ ഒരു സ്തംഭനാവസ്ഥ ഉണ്ടാവാനായിട്ടുള്ള സാധ്യതയുണ്ട്. Situations where equipment must be closed for maintenance work such as electrical or other high risk equipment. എന്താണ് arrangements must be made for an alternative or a backup. അപ്പൊ നമുക്ക് ഈ അറേഞ്ച്മെന്റ്സിനൊക്കെ ഒരു ബദൽ സംവിധാനം അവിടെ ആവശ്യമാണ് അല്ലെ. ഓൾട്ടർനേറ്റീവ് ബാക്കപ്പ് ഉണ്ടാവണം. ഇൻ കേസ് നമുക്കൊരു എക്യുപ്മെന്റ് ചിലപ്പോൾ അത് കൈകാര്യം ചെയ്യാനായിട്ട് ചിലപ്പോൾ പറ്റിയെന്ന് വരില്ല എങ്കിലും ഉണ്ടെങ്കിൽ മറ്റൊരു സാധനം അല്ലെ, മറ്റൊരു എക്യുപ്മെന്റ് ഉപയോഗിക്കാനായിട്ടുള്ള ഒരു ഫെസിലിറ്റി അവിടെ ഉണ്ടായിരുന്നു. ഒരു ബദൽ സംവിധാനം അല്ലെ, ഓൾട്ടർനേറ്റീവ് ഒരു ബാക്കപ്പ് അവിടെ അറേഞ്ച്മെന്റ്സ് ചെയ്യണം. പ്രത്യേകിച്ച് നമുക്കറിയാം ഇലക്ട്രിക്കൽ റിസ്ക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ആണെങ്കിൽ ചിലപ്പം ഉടനെ തന്നെ കൈകാര്യം ചെയ്യാൻ പറ്റാത്ത എക്യുപ്മെന്റ്സ് സംഭവങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അല്ലെ അവിടെ ബദലായിട്ടുള്ള വേറൊരു മാർഗം അവിടെ ഉണ്ടായിരിക്കണം. routine work like that should be scheduled with enough wicket room for it to be postponed if necessary. അതേമാതിരി തന്നെ നമുക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ റൂം ചേഞ്ച് അല്ലെ, മറ്റൊരു കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിന് ആവശ്യമായിട്ട് അല്ലെ, മറ്റൊരു ഡിപ്പാർട്ട്മെന്റ് ഇൻ കേസ് ഒരു ഡിപ്പാർട്ട്മെന്റ് പെട്ടെന്ന് അല്ലെ റൂം ഒന്ന് ചേഞ്ച് ചെയ്യണമെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള ഷെഡ്യൂൾ കാര്യങ്ങൾ അവിടെ അറേഞ്ച് ചെയ്ത് വെക്കണം. എക്യുപ്മെന്റ്സ് ആണെങ്കിലും മറ്റ് മെയിൻ്റനൻസ് കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് തന്നെ പരിഹരിച്ചു പോകണം. ഇൻ കേസ് അങ്ങനെ കറക്റ്റ് ആയിട്ട് പരിഹരിച്ചു പോകാൻ പറ്റിയില്ലെങ്കിൽ അവിടെ എന്താണ് സ്ട്രക്കായിട്ട് നിൽക്കുന്ന ഒരു അവസ്ഥയിലേക്ക് പോകാൻ പാടില്ല. അവിടെ ഓൾട്ടർനേറ്റീവ് കാര്യങ്ങൾ അവിടെ അറേഞ്ച് ചെയ്യണം. അതല്ലെങ്കിൽ മറ്റു റൂം ഫെസിലിറ്റീസ് ഒക്കെ അതിനനുസരിച്ചിട്ട് ഷെഡ്യൂൾ ചെയ്ത് കൈകാര്യം ചെയ്യേണ്ടതാണ്. ഓക്കെ, അപ്പൊ പ്രാക്ടിക്കൽ ആയിട്ട് മനസ്സിലാക്കുക. മെയിൻ്റനൻസ് ഒക്കെ കറക്റ്റ് ആയിട്ട് 24 hours വർക്കിംഗ് ആണ്. ഇൻ കേസ് അങ്ങനെ ആണെങ്കിൽ കൂടി ചിലപ്പോഴൊക്കെ അല്ലെ എല്ലാം കൂടി ചെയ്തു പോകാനായിട്ട് പറ്റിയെന്ന് വരില്ല. അങ്ങനെ ചെയ്തു പോകാൻ പറ്റാതെ വരുന്ന അവസ്ഥയിലാണെങ്കിൽ അവിടെ സ്റ്റക്കായിട്ട് പോകരുത് അല്ലെ. അവിടുത്തെ ഹോസ്പിറ്റലിലെ ഡ്യൂട്ടികൾ ഒക്കെ സർവീസുകളൊക്കെ കൃത്യമായിട്ട് തന്നെ പേഷ്യൻസിന് ലഭ്യമാക്കേണ്ട രീതിയിൽ അറേഞ്ച്മെന്റ്സും അതിനനുസരിച്ചിട്ട് ചെയ്യേണ്ടതാണ്. ക്ലിയർ ആണോ? ഓൾട്ടർനേറ്റീവിനൊക്കെ പ്രാധാന്യം കൊടുത്ത് തന്നെ പഠിക്കാം. ഇലക്ട്രിക്കൽ എക്യുപ്മെന്റ്സ് ഒക്കെ വന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് അതിന്റെ പരിഹാരം കണ്ടെത്തുക എന്നുള്ള ചോദ്യമൊക്കെ ഉണ്ടെങ്കിൽ ഓൾട്ടർനേറ്റീവ് ബാക്കപ്പ് ഒക്കെ അതിനെ സൗകര്യപ്പെടുത്തി എടുക്കേണ്ടത് ആവശ്യമാണ്. വീണ്ടും എന്താണ് ടു അക്കോമഡേറ്റ് ദീസ് മെയിൻ്റനൻസ് റിക്വയർമെന്റ്സ് ദ മെയിൻ്റനൻസ് ടീം വിൽ നീഡ് ടു അഡോപ്റ്റ് 24/7 വർക്കിംഗ് ഷെഡ്യൂൾ. കാരണം മെയിൻ്റനൻസ് ടീമിന് ഇങ്ങനെ കൃത്യമായിട്ട് 24 മണിക്കൂറും വർക്ക് ചെയ്യുന്ന അവസരം ഉണ്ടായിരിക്കണം. They will also need to be prepared to grab detailed windows of opportunity to quickly service machines that become unexpectedly inactive. അല്ലെ, അവിടെ പെട്ടെന്ന് നിലച്ചു പോകേണ്ട എക്യുപ്മെന്റ്സ് ഒക്കെ ആണെങ്കിൽ വേഗത്തിൽ തന്നെ അല്ലെ അതിനനുസരിച്ചിട്ട് തന്നെ പ്രത്യേകമായിട്ട് കൈകാര്യം ചെയ്യാനായിട്ടുള്ള ഒരു അറേഞ്ച്മെന്റ്സ് ഉണ്ടാകും. They will also be prepared detailed windows അല്ലെ, ചെറിയൊരു ഗ്യാപ്പിനുള്ളിൽ നമുക്ക് പരിഹരിച്ചു പോകാനായിട്ട് പറ്റുമെങ്കിൽ അല്ലെ അവിടെ ആ രീതിയിൽ പരിഹരിച്ചു പോകാനായിട്ടുള്ള ഒരു അവസ്ഥയും കൂടെ കൈകാര്യം ചെയ്യേണ്ടതാണ് അല്ലെ. അപ്പൊ പെട്ടെന്ന് നിലച്ചു പോകാവുന്ന എക്യുപ്മെന്റ് ആണെങ്കിൽ വേഗത്തിൽ സർവീസ് ചെയ്യാനായിട്ടുള്ള സാധ്യത ഉണ്ടാവണം. നമുക്കറിയാം എക്യുപ്മെന്റ്സുകളൊക്കെ ഒരു ചെറിയ എന്താ പറയുക അതിനൊരു വാലിഡിറ്റി ഒക്കെ ഉണ്ട്. അത് ഇത്രയും ഓക്കെ ഇത് ഇത്രയും കൂടി ഓടുള്ളൂ എന്നൊക്കെ ഉള്ളത് നേരത്തെ കൂടി നമുക്ക് നിശ്ചയിക്കാൻ പറ്റുമെങ്കിൽ അതിനനുസരിച്ചിട്ട് അതിനുള്ളിൽ തന്നെ നമുക്ക് സർവീസ് കൊടുക്കാനായിട്ട് പറ്റിയിരിക്കുന്നു. സോ അതിനനുസരിച്ചുള്ള അപ്ലിക്കേഷൻസ് ലിറ്റിൽ വിൻഡോസ് ഓഫ് ഓപ്പർച്യൂണിറ്റി ടു ക്വിക്കലി സർവീസ് മെഷീൻസ് ദാറ്റ് ബിക്കം അൺഎക്സ്പെക്ടഡ്ലി ഇനാക്റ്റീവ് അല്ലെ. നമ്മൾ പെട്ടെന്ന് പരിഹരിച്ച് പിരിയേണ്ട കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് പെട്ടെന്ന് തന്നെ പരിഹരിച്ച് പിരിയേണ്ടതാണ്. മാത്രമല്ല വർക്കേഴ്സിന് 24 hours വർക്ക് ചെയ്യാനായിട്ടുള്ള ഷെഡ്യൂൾ ക്രമങ്ങളൊക്കെ കൈകാര്യം ചെയ്ത് കൊടുക്കണം. അങ്ങനെ വരുമ്പോഴൊക്കെ എന്താണ് ഓഫീസിലെ പ്രവർത്തനങ്ങൾ അതായത് ഹോസ്പിറ്റലിലെ പ്രവർത്തനങ്ങളൊന്നും അല്ലെ ഒരു ഡിസ്റ്റർബും ഇല്ലാതെ പോകാനായിട്ട് സാധിക്കുമെന്നുള്ളതാണ്. ഓക്കെ അല്ലേ? ഓക്കെ, വീണ്ടും അതിനെ കുറിച്ച് തന്നെയാണ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. വലിയ കുഴപ്പമില്ലാതെ മൂവ് ചെയ്യുന്നുണ്ട് അല്ലെ. ഇതിന്റെ അത്യാവശ്യം മനസ്സിലായി പോകുന്നുണ്ട്. നമുക്കറിയാവുന്ന ഹോസ്പിറ്റലാണ്. ഹോസ്പിറ്റലിന് ഇങ്ങനെയൊക്കെയുള്ള സാധ്യതകളൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. റിക്വയർമെന്റ് ഒക്കെ കറക്റ്റ് ആയിട്ട് പോകേണ്ടതാണ് അല്ലെ. അപ്പൊ അതിനെ കുറിച്ച് വീണ്ടും പറയാണ്. ടു ഗ്രേവ് ഇംപ്ലിക്കേഷൻസ് ഓഫ് മെയിൻ്റനൻസ് മിസ്റ്റേക്ക് ഇമാജിൻ വാട്ട് വുഡ് ഹാപ്പൻ ഇൻ എനി ഓഫ് ദീസ് സിനാരിയോ.
നമുക്കറിയാം ഇപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കാൻ പറയുകയാണ്. അതായത് ഇങ്ങനെയൊക്കെ എക്യുപ്മെന്റ്സുകൾക്കൊക്കെ എന്തെങ്കിലും കംപ്ലൈന്റ് വരിക എന്നുള്ളത് ഒന്ന് താഴെ പറയുന്നത് നോക്കുക. ഡിഫിബ്രിലേറ്റർ ഡസ് നോട്ട് പവർ അപ്പ് വെൻ നീഡഡ്. ഹോസ്പിറ്റലില് ഡിഫിബ്രിലേറ്റർ ഉപയോഗിക്കുന്ന സമയം എമർജൻസി കേസിലാണോ? എന്താണ് ഡിഫിബ്രിലേറ്റർ? എമർജൻസി കേസിലാണോ ഉപയോഗിക്കുന്നത്? അല്ലേ? അതായത് ശ്വാസം നിലച്ചു പോകുന്ന അവസ്ഥയിൽ പെട്ടെന്ന് ശ്വാസം കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു എക്യുപ്മെന്റ് ആണ് ഡിഫിബ്രിലേറ്റർ അല്ലെ? ആ ഒരു എക്യുപ്മെന്റ് ഹേർട്ട് ബീറ്റ് ഓക്കെ തിരിച്ചു കൊണ്ടുവരാൻ, അതെ ഹേർട്ട് ബീറ്റ് തിരിച്ചു കൊണ്ടുവരാൻ ഉപയോഗിക്കുന്ന ഒരു എമർജൻസി എക്യുപ്മെന്റ് ആണ് അല്ലെ? അപ്പൊ ഹേർട്ട് ബീറ്റ് തിരിച്ചു കൊണ്ടുവരാനായിട്ട് നമ്മൾ എന്താണ് അവിടെ കൃഷി ചെയ്യും അല്ലെ? രഞ്ജിത്ത് പ്രസ് ചെയ്ത് ആ ഇലക്ട്രിക്കൽ ഇതനുസരിച്ചിട്ട് പവർ കിട്ടുന്നതനുസരിച്ചിട്ടാണ് നാവ് അതിനനുസരിച്ചിട്ട് അല്ലെ കൈകാര്യം ചെയ്തിട്ട് നമ്മൾ നാടുകളെ അവിടെ ജീവൻ വീണ്ടും ഇലക്ട്രിക് ഷോക്കാണ് അല്ലെ? അപ്പൊ ആ ഒരു ഇലക്ട്രിക് ഷോക്കിന് എന്തെങ്കിലും കംപ്ലൈന്റ് സംഭവിച്ചാൽ അത് അല്ലെങ്കിൽ തന്നെ ജീവൻ നഷ്ടപ്പെടുന്ന അവസ്ഥയിലാണ് ആ ഒരു എമർജൻസി എക്യുപ്മെന്റ് ഉപയോഗിക്കുന്നത്. ആ സമയത്ത് എക്യുപ്മെന്റും യൂസ്ലെസ് ആണെങ്കിലോ നമുക്ക് ജീവൻ പിന്നെ തിരിച്ചെടുക്കാൻ പറ്റുമോ? ഇല്ല അല്ലെ? അപ്പൊ അത്രയും ടൈറ്റ് ആയിട്ടുള്ള സമയത്ത് ഉപയോഗിക്കുന്ന എക്യുപ്മെന്റിന് നമ്മൾ നമുക്കറിയാം അതിന് അത്രയും പവർഫുൾ ആയിട്ടുള്ള ഒരു യൂസേജ് അവിടെ ഉണ്ടാവണം അല്ലെ? അപ്പൊ അവിടെ അത്തരത്തിലുള്ള എക്യുപ്മെന്റ്സിന് എന്തെങ്കിലും എറർ സംഭവിക്കുക എന്ന് പറയുന്നത് വർക്കിംഗ് കണ്ടീഷൻ അല്ല എങ്കിൽ നമുക്കറിയാം അത് വഴി നഷ്ടമായിരിക്കും സംഭവിക്കുന്നത്. അതേപോലെ തന്നെ ഈ മോണിറ്റർ ട്രാക്കിംഗ് പേഷ്യൻസ് വൈറ്റൽ സയൻസ് ഇസ് എന്താണ് faulty and does not send an audible alarm at the critical stage. ക്രിട്ടിക്കൽ സ്റ്റേജ് നോട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് അലാം സെറ്റ് ചെയ്യുന്നത് അല്ലെ? നമ്മുടെ എക്യുപ്മെന്റിൽ മോണിറ്ററിംഗ് എക്യുപ്മെന്റിലൊക്കെ. അപ്പൊ ഇൻ കേസ് ക്രിട്ടിക്കൽ സ്റ്റേജിൽ അലാം വർക്കിംഗ് അല്ല എങ്കിൽ നമുക്കറിയാൻ പറ്റുമോ? ഇല്ല അല്ലെ? നോട്ട് ചെയ്യാൻ പറ്റുമോ? നമ്മൾ അതിനെ കുറിച്ച് തന്നെ വീക്ഷിച്ചുകൊണ്ടിരിക്കുകയായിരിക്കില്ല അല്ലെ? നഴ്സുമാർക്ക് പല കുട്ടികളൊക്കെ ഉണ്ടാവും. അവര് അലാം എടുക്കുന്നത് അനുസരിച്ചിട്ടാണ് അങ്ങോട്ടേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. സോ അലാം വർക്കിംഗ് അല്ല എങ്കിൽ നമുക്കറിയാം നമുക്ക് അലാം അവരെ ശ്രദ്ധയിൽപ്പെടുന്നില്ല, രോഗിക്ക് ക്രിട്ടിക്കൽ സ്റ്റേജ് തരണം ചെയ്യേണ്ടതായിട്ട് വരും അല്ലെ? അത് അതിനെ അഭിമുഖീകരിക്കേണ്ടതായിട്ട് വരും. സോ അതൊക്കെ ആലോചിച്ച് നോക്കുക. ഡിഫിബ്രിലേറ്റർ മെഷീൻ പ്രോബ്ലംസ് സംഭവിക്കുമ്പോൾ അതല്ലെങ്കിൽ മോണിറ്ററിംഗിന്റെ ആ ഒരു ക്രിട്ടിക്കൽ സ്റ്റേജിൽ അലാം ഒക്കെ എന്താണ് കറക്റ്റ് ആയിട്ട് വർക്കിംഗ് അല്ല എങ്കിൽ ഇമാജിംഗ് മെഷീൻ സഡൻലി സ്റ്റോപ്പ് വർക്കിംഗ്. നമുക്കറിയാം സ്കാനിങ് കയറ്റിക്കൊണ്ടിരിക്കാതെ അല്ലെ? അങ്ങനെ ഒരു ഇമാജിൻ കറക്റ്റ് ആയിട്ട് മനസ്സിലായിട്ട് ചിലപ്പോഴെങ്കിൽ വളരെ ക്രിട്ടിക്കൽ ആയിട്ടുള്ള സ്റ്റേജിൽ നിന്ന് രോഗനിർണയം വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ പറ്റാത്ത സ്റ്റേജിലായിരിക്കും MRI എടുത്ത് രോഗനിർണയം നടത്താമെന്ന് വിചാരിക്കുന്നത്. സോ അത് ചെയ്തുകൊണ്ടിരിക്കുന്ന ടൈമിൽ അത് വർക്കിംഗ് അല്ല എങ്കിലോ നമുക്ക് മനസ്സിലാക്കാനും സാധിക്കുന്നില്ല, രോഗിയാണെങ്കിലും ആവശ്യമായിരുന്നു അല്ലെ? അപ്പൊ നമുക്കറിയാം എന്താണ് പ്രധാനമായിട്ടും എക്യുപ്മെന്റ്സ് ഒക്കെ കൃത്യമായിട്ടുള്ള സമയത്ത് തന്നെ കൃത്യമായിട്ടുള്ള ടൈമില് കൃത്യമായി തന്നെ അത് വർക്ക് ചെയ്യേണ്ടതാണ്. വീണ്ടും ഒരു പോയിന്റ് കൂടി പറയുന്നുണ്ട്. സിസ്റ്റം റെസ്പോൺസിബിൾ ഫോർ creating negative pressure in the room does not do its job properly. എന്താണ് വർക്കിംഗിൽ നമ്മൾ വർക്ക് ചെയ്യുന്നതിനിടയ്ക്ക് കൃത്യമായിട്ടുള്ള അല്ലെ പോസിറ്റീവ് എനർജി ലഭ്യമായിട്ട് നല്ല വായു വെളിച്ചം ഇതെല്ലാം നമുക്ക് ആവശ്യമാണ്. ഈ ടൈമിലൊന്നും നല്ല ശുദ്ധമായ വായു വെളിച്ചമൊന്നും കിട്ടിയില്ല എങ്കിൽ നമുക്കറിയാം ഓപ്പറേഷനിലൊക്കെ പ്രത്യേകിച്ച് എടുത്ത് നോക്കാം. കൃത്യമായിട്ടുള്ള പോസിറ്റീവ് എനർജി കിട്ടുന്ന സാധ്യതകളാണ് എൻവയോൺമെന്റിൽ ക്രിയേറ്റ് ചെയ്യുന്നത് അല്ലെ? ആ സമയത്ത് പോസിറ്റീവ് ആയിട്ടുള്ള എനർജി കിട്ടുന്ന കാര്യങ്ങളൊന്നും ലഭ്യമല്ല എങ്കിൽ എന്താണ് അവർക്ക് എല്ലാം കൂടി സ്ട്രഗിൾ ചെയ്യും അല്ലെ? വർക്കേഴ്സിന് അതായത് ഡോക്ടേഴ്സ് നഴ്സുമാരൊക്കെ പലതരത്തിൽ സ്ട്രഗിൾ ചെയ്തിട്ടായിരിക്കും അവർക്ക് ഡ്യൂട്ടി കൈകാര്യം ചെയ്ത് മുന്നോട്ട് പോകാൻ സാധിക്കുള്ളൂ. സോ നമുക്കറിയാം ചിന്തിക്കാനേ പോലും പറ്റാത്ത കാര്യങ്ങളാണ് ഇതൊക്കെ. തീർച്ചയായിട്ടും ഈ ടൈമിലെല്ലാം തന്നെ പ്രോപ്പർ ആയിട്ട് അവിടുത്തെ എക്യുപ്മെന്റ്സ് ഒക്കെ വർക്ക് ചെയ്യേണ്ടതാണ്. ആ കണ്ടീഷൻസ് ഒക്കെ കൃത്യമായിട്ട് തന്നെ അല്ലെ? ഇലക്ട്രിക്കൽ ആയിട്ടുള്ള പവേഴ്സുകളൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതെല്ലാം കൃത്യമായിട്ട് വർക്കിംഗ് കണ്ടീഷൻ ആവേണ്ടത് ആവശ്യമാണ്. അപ്പൊ ചെറിയ രീതിയിലൊക്കെ ക്വസ്റ്റ്യൻസ് കാണാറുണ്ട്. ഏതൊക്കെ രീതിയിൽ അല്ലെ മിസ്റ്റേക്കുകൾ ഉണ്ടാകാൻ സാധ്യതകളുണ്ട് എന്നുള്ള രീതിയിലൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഒന്ന് രണ്ടോ നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാൻ സാധിക്കും ഇതിന്റെ കാര്യങ്ങളൊക്കെ എമർജൻസി കാര്യങ്ങളാണ്, അവിടെ പ്രോപ്പർ ആയിട്ട് വർക്ക് ചെയ്യേണ്ട കാര്യങ്ങളാണ്. ഓക്കെ, അതിന്റെ പോയിന്റ്സിന്റെ
Let's നോക്കാം. Any of these situations can lead to nasty outcomes for both the patients and the hospital. അല്ലെ അവിടെ തീർച്ചയായിട്ടും നമുക്കറിയാം അവിടെ കൃത്യമായിട്ട് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് പറഞ്ഞെങ്കിൽ പേഷ്യൻസിനാണെങ്കിലും ഹോസ്പിറ്റലിലാണെങ്കിലും അതിന്റെ റിസൾട്ട് എന്ന് പറയുന്നത് അല്ലെ നമുക്കറിയാം ഭയങ്കരമായ അല്ലെ മോശമായ ഫലത്തിലാണ് ചെന്ന് അവസാനിക്കാനുള്ള സാധ്യതയുണ്ട് അല്ലെ. പേഷ്യൻസിന് കൃത്യമായിട്ടുള്ള സേവനം ലഭ്യമാക്കി കൊടുക്കാൻ ഹോസ്പിറ്റലിന് സാധിക്കാതെ വരുന്നു. കൃത്യമായിട്ടുള്ള സേവനം ലഭിക്കാത്തത് കൊണ്ട് പേഷ്യൻസിനും അല്ലെ അവരുടെ അപകടകര സേവനം ചെയ്യാൻ പറ്റാത്ത ഒരവസ്ഥയിലേക്ക് വരും. സോ അതുകൊണ്ടാണ് പറയുന്നത് any of these situations can lead to nasty outcome for both the patients and hospital. ഹോസ്പിറ്റലിലാണെങ്കിലും നല്ല സർവീസ് കൊടുക്കാൻ പറ്റുന്നില്ല, പേഷ്യൻസിനാണെങ്കിലും അവരുടെ ജീവനെ നിലനിർത്താനായിട്ടുള്ള സൗകര്യങ്ങൾ ലഭ്യമാകുന്നില്ല. In hospitals, there is very little, if any, allowance for maintenance mistakes such as missed equipment, maintenance or improper cleaning or disinfection. അല്ലെ അവിടെ ചെറിയ രീതിയിൽ പോലും നമ്മൾ ഒരിക്കലും മിസ്സാക്കാൻ പാടില്ല അല്ലെ. എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് തന്നെ പ്രോപ്പർ ആയിട്ട് തന്നെ കൈകാര്യം ചെയ്യണം. എക്യുപ്മെന്റിന്റെ കാര്യമാണെങ്കിൽ കൃത്യമായിട്ട് ക്ലീൻ ചെയ്ത് അല്ലെ ഇൻഫെക്ഷൻ ഒന്നും ഇല്ലാത്ത അവസ്ഥയിലേക്കൊക്കെ ആക്കി മെയിൻ്റെനൻസ് ഒക്കെ കറക്റ്റ് ആയിട്ട് നിർവഹിച്ച് വെക്കേണ്ടത് മസ്റ്റ് ആയിട്ടുള്ള കാര്യമാണ്. ചെറിയ രീതിയിൽ പോലും എനി അലവൻസ് ഒരു ചെറിയ രീതിയിൽ പോലും അലവൻസ് അല്ലെ എന്ന് വെച്ചാൽ അവിടെ എന്തെങ്കിലും കണ്ടിൽ പെട്ടില്ല എന്ന് വരുത്താനായിട്ട് പാടില്ല. എല്ലാം പ്രോപ്പർ ആയിട്ട് പങ്ക്ച്വലായിട്ട് നിർവഹിച്ചു പോകേണ്ടത് ആവശ്യമാണ്. ഓക്കെ, നമുക്കറിയാം ഓപ്പറേഷൻ തിയേറ്ററിൽ ഉപയോഗിക്കുന്ന എക്യുപ്മെന്റ്സ് ഒക്കെ കാണുമ്പോൾ എല്ലാം ക്ലീൻ ആയിരിക്കും അല്ലെ. സ്റ്റെറിലൈസേഷൻ ഒന്നും നടത്താത്ത എക്യുപ്മെന്റ് ആണെങ്കിൽ അതിൽ അണുക്കൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട് അല്ലെ. രോഗികൾക്ക് അസുഖം ഭേദമാക്കുന്നതിന് പകരം അഡീഷണൽ ആയിട്ടുള്ള അസുഖങ്ങൾ അവർക്ക് പകർന്നു കൊടുക്കാനുള്ള സാധ്യതയുണ്ട് അണുക്കളൊക്കെ ഉണ്ടെങ്കിൽ അല്ലെ. അപ്പൊ എല്ലാം തന്നെ കറക്റ്റ് ആയിട്ട് കൈകാര്യം ചെയ്ത് കൊണ്ടു വിടേണ്ടത് ആവശ്യമാണ്. സോ ഒന്നും തന്നെ നമ്മള് അല്ലെ നമ്മള് എന്താ പറയുക വേണ്ടെന്ന് എന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ണിൽ പെടാതെ പോകരുത് എന്നുള്ളതാണ് എടുത്ത് പറയുന്നത്. ഓക്കെ ചെറിയ ചെറിയ ക്വസ്റ്റ്യൻസ് ആണെങ്കിലും നിങ്ങൾ അത് നോട്ട് ചെയ്ത് നോക്കാം. സിമ്പിൾ ആയിട്ടൊക്കെയുള്ള ചോദ്യങ്ങളായിരിക്കും, പക്ഷെ മനസ്സിലാക്കി വെക്കുക. പ്രോപ്പർ ആയിട്ടുള്ള മെയിൻ്റെനൻസ് കറക്റ്റ് ടൈമിൽ തന്നെ കൈകാര്യം ചെയ്ത് പോകേണ്ടത് ഹോസ്പിറ്റലിന്റെ കാര്യത്തിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. ഓക്കെ, ജസ്റ്റ് വായിച്ചു നോക്കാം. ലാസ്റ്റ് പോയിന്റിനും കാണാറുണ്ട് അല്ലെ. ലിറ്റിൽ ആയിട്ടുള്ള ഒരു കാര്യങ്ങൾ ഉണ്ടെങ്കിൽ മിസ്ഡ് ഷേപ്പ് മെയിൻ്റെനൻസ് ഉണ്ടായാൽ ഇതൊക്കെ സംഭവിക്കാനായിട്ടുള്ള സാധ്യതകൾ നമുക്കറിയാം. അസുഖങ്ങളൊക്കെ വരാനായിട്ടുള്ള സാധ്യതകളൊക്കെ ധാരാളം കൂടുതലാണ്. നോക്കാം. ഓക്കെ, വായിച്ചു നോക്കിയോ? ഓക്കെയാണോ? എന്തെങ്കിലും ഡൗട്ടുകള്? ക്ലിയർ അല്ലേ? ഓക്കെ, നമുക്ക് നെക്സ്റ്റ് നോക്കുകയാണെങ്കിൽ കൺട്രോളിംഗ് മെയിൻ്റെനൻസ് കോസ്റ്റ്.
എന്താണ് controlling maintenance cost എന്ന് നോക്കാം. For the lives must be served and the patients undoubtedly deserve the best care. The fact is that, like any other industry, healthcare is subject to budgetary constraints and financial security. Financial scrutiny. Okay. അതായത് ഇവിടെ പ്രധാനമായിട്ടും മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ബെസ്റ്റ് കെയർ നമ്മൾ അവിടെ തീർച്ചയായിട്ടും ഹോസ്പിറ്റലിൽ നിന്ന് ലഭ്യമാകേണ്ടതുണ്ട്. അത് മസ്റ്റ് ആയിട്ടുള്ള കാര്യമാണ്. യഥാർത്ഥത്തിൽ നമുക്കറിയാം ഇതൊരു വ്യവസായ സ്ഥാപനമാണ്. അവിടെ തീർച്ചയായിട്ടും നമുക്കറിയാം ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഉണ്ട്, ചെലവേറിയ പ്രവർത്തനങ്ങളൊക്കെ ഉണ്ട്. പ്രത്യേകിച്ച് മെയിൻ്റെനൻസ് കാര്യങ്ങളൊക്കെ, അറ്റകുറ്റപ്പണികളൊക്കെ ചെയ്യണം, അവർക്ക് സ്റ്റാഫുകൾക്കൊക്കെ സാലറി കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് കൊടുക്കണം. അങ്ങനെ അല്ലെ, ഒരുപാട് എക്യുപ്മെന്റ്സും കാര്യങ്ങളൊക്കെ നമുക്ക് പർച്ചേസ് ചെയ്യുന്നതൊക്കെ ഉണ്ട് അല്ലെ. അവിടെ തീർച്ചയായിട്ടും നമുക്കറിയാം അവിടെ നല്ല രീതിയിൽ സാമ്പത്തികത്തിനെ കൈകാര്യം ചെയ്ത് കൊണ്ടുപോകണം. എന്നാൽ ചെലവ് കുറഞ്ഞ രീതിയിൽ പേഷ്യൻസിന് സർവീസുകൾ ലഭ്യമാക്കി കൊടുക്കുകയും വേണം അല്ലെ. എങ്കിൽ മാത്രമാണ് പേഷ്യൻസ് നമ്മുടെ ഹോസ്പിറ്റലിലേക്ക് വരികയുള്ളൂ അല്ലെ. അപ്പൊ അവിടെ പ്രധാനമായിട്ട് നോക്കേണ്ടത് ബഡ്ജറ്ററി കൺസ്ട്രെയിൻസ് ആൻഡ് ഫിനാൻഷ്യൽ സ്ക്രൂട്ടിനി അല്ലെ. അവിടെ സാമ്പത്തികമായിട്ട് നല്ല രീതിയിൽ നിരീക്ഷണം നടത്തിയതിനു ശേഷം ബഡ്ജറ്ററി അല്ലെ, അവിടെ തീർച്ചയായിട്ടും ബഡ്ജറ്റ് നമ്മുടെ വിനിമയം അല്ലെ, പണത്തിന്റെ മൂല്യം അനുസരിച്ചിട്ട് തന്നെ ഹോസ്പിറ്റലിലെ ഓരോ ഭാഗങ്ങൾക്ക് എത്രത്തോളം നമ്മൾ നീക്കി വെക്കണം അല്ലെ, ആ ഒരു ബഡ്ജറ്ററി ഫണ്ട് കൈകാര്യം ചെയ്യാനൊക്കെ ആയിട്ട് നല്ല രീതിയിൽ വിശകലനം ചെയ്യേണ്ടത് ആവശ്യമാണ്. അവിടെ പ്രത്യേകിച്ചും മെയിൻ്റെനൻസ് കാര്യത്തിൽ എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ബിൽഡിങ്ങും എക്യുപ്മെന്റ്സും എല്ലാം ലഭ്യമാക്കി നമ്മൾ എന്താണ് സ്റ്റാർട്ട് ചെയ്ത് ഹോസ്പിറ്റൽ സ്റ്റാർട്ട് ചെയ്തപ്പോ തുടങ്ങി എല്ലാത്തിനും റിക്വയർമെന്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെലവ് കൂടാണോ കുറയാണോ ഉണ്ടാവുക? കൂടൂലേ? ചെലവ് ഇൻക്രീസ് ചെയ്യില്ലേ? നമുക്കറിയാം ഒന്ന് നീക്കി വെക്കാനായിട്ട് പറ്റാത്ത ഒരവസ്ഥയിലേക്ക് പോകും അല്ലെ. എപ്പോഴും അല്ല, ബിൽഡിങ്ങിനാണെങ്കിലും മെയിൻ്റെനൻസ് നടത്തണം, എക്യുപ്മെന്റ്സിന് മെയിൻ്റെനൻസ്, ഇലക്ട്രിക്കൽ ആയിട്ടുള്ള വർക്കിന് മെയിൻ്റെനൻസ് ഒക്കെ ഇതിന് ചെലവേറിയ കാര്യമാണെങ്കിൽ നമുക്കറിയാം ആ ഹോസ്പിറ്റലിനെ സംബന്ധിച്ച് പ്രോഫിറ്റബിൾ ആയിട്ട് മുന്നോട്ട് പോകാൻ ബുദ്ധിമുട്ടാണ് അല്ലെ. അതേസമയം നമുക്കറിയാം ചിലതരത്തില് ഈ പറഞ്ഞ മെയിൻ്റെനൻസ് കാര്യങ്ങളൊക്കെ വരും എന്നുള്ളതനുസരിച്ചിട്ട് ബഡ്ജറ്റ് നമ്മൾ നീക്കി വെക്കേണ്ടത് ആവശ്യമാണ് അല്ലെ. എന്തായാലും ഹോസ്പിറ്റലിന്റെ പ്രവർത്തനത്തിൽ അറ്റകുറ്റപ്പണികൾ എന്നുള്ള രീതിയിലേക്ക് തന്നെ നമ്മൾ കുറച്ച് ഫിനാൻസ് അവിടെ അതിനു വേണ്ടിയിട്ട് നീക്കിയിരിപ്പ് നടത്തേണ്ടതാണ് അല്ലെ. അപ്പൊ അവിടെ എടുത്തു പറയാണ് all the lives must be saved and patients undoubtedly deserve the best care അല്ലെ. അവിടെ നല്ല കെയർ അവർക്ക് പേഷ്യൻസിന് ലഭ്യമാകേണ്ടതുണ്ട്. അതേപോലെ തന്നെ the fact is that like any other industry, healthcare is subject to budgetary constraints and financial scrutiny അല്ലെ. അവിടെ മറ്റു വ്യവസായ സ്ഥാപനം പോലെയല്ല, ഹെൽത്ത് കെയറിലാണെങ്കിൽ നമുക്കറിയാം അവര് അധികം പൈസ മുടക്കാതെ തന്നെ നല്ല സേവനം ലഭ്യമാക്കാനായിരിക്കും പേഷ്യൻസ് ആഗ്രഹിക്കുന്നത്. സോ അതിനനുസരിച്ചുള്ള വിശകലനം അവിടെ നടത്തേണ്ടതുണ്ട്. It is not a secret that hospitals are expensive to run, with the US hospital taking the lead worldwide. നമുക്കറിയാം എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് ഹോസ്പിറ്റൽ ട്രീറ്റ്മെന്റ് എന്ന് പറയുമ്പോൾ. നമുക്കറിയാം അത്യാവശ്യം നമ്മൾ വലിയ കുഴപ്പമില്ലാതെയൊക്കെ മൂവ് ചെയ്യുമ്പോ 2 അസുഖം വന്നാൽ മതി നമ്മുടെ ഫിനാൻഷ്യലി സ്റ്റേബിലിറ്റി ഒക്കെ തകർന്നു പോകാനായിട്ട് ഇല്ലേ. ചാൻസ് ഇല്ലേ? പ്രശ്നമില്ലേ? ചെറിയ അസുഖങ്ങൾ വന്നാൽ മതി അല്ലെ. വീട്ടിലുള്ളവർക്ക് എന്തെങ്കിലുമൊക്കെ അസുഖങ്ങൾ വന്നാൽ മതി, നമ്മുടെ ഫിനാൻഷ്യൽ സൗണ്ട് അതോടുകൂടി കഴിക്കും അല്ലെ. അതിന് മെയിൻ ആയിട്ടുള്ള കാര്യമുണ്ട്. കാരണം അവിടെ വളരെ എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അവിടെ ഹോസ്പിറ്റലിന്റെ റൺ ചെയ്ത് പോകുന്നതിനും എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം അവിടെ പ്രോപ്പർ ആയിട്ടുള്ള മെയിൻ്റെനൻസും കാര്യങ്ങളൊക്കെ കൃത്യമായിട്ടൊക്കെ നിർവഹിച്ചു പോകേണ്ടത് ആവശ്യമാണ്. നമുക്കൊന്നും അറിയാമോ, US ഹോസ്പിറ്റലൊക്കെ എന്ന് പറയുമ്പോൾ നല്ല എക്സ്പെൻസീവ് ആയിട്ടുള്ള ട്രീറ്റ്മെന്റ് ഒക്കെയാണ് അവിടെ ലഭ്യമായി കൊടുക്കുന്നത്. Hospital administrators are under constant demand for care delivery under right budgets, not unlike maintenance managers. Okay. അവിടെ തീർച്ചയായിട്ടും നമ്മൾ പ്രധാനമായിട്ട് മനസ്സിലാക്കേണ്ടത് അഡ്മിനിസ്ട്രേറ്റീവ് പൊസിഷനിൽ അല്ലെ തീരുമാനങ്ങളൊക്കെ എടുക്കുന്നത് മേൽത്തട്ടിലുള്ള അഡ്മിനിസ്ട്രേറ്റീവ് റോളുള്ളവരാണ്. സോ അവിടെ കറക്റ്റ് ആയിട്ട് ടൈറ്റ് ബഡ്ജറ്റ് ഒക്കെ അവിടെ കൈകാര്യം ചെയ്യണം. മെയിൻ്റെനൻസ് കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് കുറച്ച് നീക്കിയിരിപ്പൊക്കെ നടത്തിയാൽ മാത്രമാണ് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുകയുള്ളൂ. മെയിൻ്റെനൻസ് ഒക്കെ എന്തായാലും വരാൻ സാധ്യതയില്ല. അപ്പൊ അതൊക്കെ പരിഹരിച്ചു പോകാനായിട്ടുള്ള ഒരു ഫണ്ട് കൃത്യമായിട്ടൊക്കെ നീക്കിയിരിപ്പ് നടത്തേണ്ടതാണ്. The maintenance management is a major cost center and can spiral out of control. അതൊരു മേജർ ആയിട്ടുള്ള ഒരു ചെലവേറിയ ഒരു ഭാഗമാണ് മെയിൻ്റെനൻസ് അല്ലെ. കാരണം അതിന് അത്യാവശ്യം നീക്കിയിരിപ്പ് നടത്തേണ്ടതുണ്ട്. അത് നല്ല രീതിയിലുള്ള ഒരു കൺട്രോളിങ് അതിന് ആവശ്യമാണ്. All the maintenance can bloat your operational budget when executed as a part of a large strategy. It has the potential to considerably reduce your
യുവർ ഓവർ ഹെഡ് എക്സ്പെൻസ്. അപ്പോ പ്രധാനമായിട്ടും പറയാണ് ഇതൊരു അപ്പൊ നമ്മള് ബഡ്ജറ്ററിയുടെ കാര്യമാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. ഓൾ ദ മെയിൻ്റെനൻസ് ക്യാൻ ബ്ലോട്ട് യുവർ ഓപ്പറേഷണൽ ബഡ്ജറ്റ് വെൻ എക്സിക്യൂട്ടഡ് ആസ് എ പാർട്ട് ലാർജ് സ്ട്രാറ്റജി അല്ലേ. അവിടെ കുറച്ച് കൂടുതലായിട്ട് മെയിൻ്റെനൻസ് കാര്യങ്ങളൊക്കെ നീക്കിയിരിപ്പ് നടത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ പ്രത്യേകമായിട്ട് മനസ്സിലാക്കേണ്ടത് തന്ത്രപരമായിട്ട് അങ്ങനെ നീക്കിയിരിപ്പ് നടത്തുമ്പോൾ it has the potential to considerably reduce your overhead expense. മറ്റുള്ള എക്സ്പെൻസുകളൊക്കെ വലിയ കുഴപ്പമില്ലാതെ മീറ്റ് ചെയ്ത് പോകാനൊക്കെ ആയിട്ട് സാധിക്കും. കൂടുതലായിട്ട് മെയിൻ്റെനൻസ് വരാൻ സാധ്യതയുള്ളത് കൊണ്ട് തന്നെ അതിലേക്ക് ആ എക്സ്പെൻസ് നീക്കിയിരിപ്പ് നടത്തുന്നത് കൊണ്ട് തന്നെ അതും മീറ്റ് ചെയ്ത് പോകാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. അപ്പോൾ അഡ്മിനിസ്ട്രേറ്റീവ് പവറിലുള്ളവര് അതൊക്കെ നോട്ട് ചെയ്ത് പോകണം. ഞങ്ങളുടെ ഇവിടെ എടുത്ത് പറയുന്ന മറ്റൊരു കാര്യമുണ്ട്, സിംപ്ലി റെഡ്യൂസിങ് ദ മെയിൻ്റെനൻസ് ബഡ്ജറ്റ് ഈസ് നോട്ട് ഇനഫ്. നമുക്കറിയാം മെയിൻ്റെനൻസ് ബഡ്ജറ്റ് ഇങ്ങനെ വെക്കുന്നത് അത് റെഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അത് മതിയാവാതെ വരാനായിട്ട് സാധ്യതയുണ്ട്. In fact, arbitrarily cutting maintenance budget is likely to cause even bigger problems later down the line. നമുക്കറിയാം ഇങ്ങനെ കുറച്ച് ഒരു ബൾക്കായിട്ട് നീക്കി വെക്കാതെ ഒരു ലിമിറ്റഡ് ആയിട്ട് ഇങ്ങനെ മെയിൻ്റെനൻസിന് വേണ്ടിയിട്ടൊക്കെ നീക്കി വെച്ചാലുള്ള പ്രശ്നം എന്താണ്, അവിടെ കട്ടിങ് വരാം അല്ലെ. അവിടെ ആ ബഡ്ജറ്റ് കട്ടിങ് വരുന്നത് കൊണ്ട് തന്നെ വലിയ വലിയ പ്രോബ്ലംസ് ഒക്കെ ലേറ്റ് ആയിട്ടൊക്കെ ചിലപ്പോൾ പരിഹരിക്കാനൊക്കെ ആയിട്ട് സാധിക്കുള്ളൂ. എല്ലാം തന്നെ പരിഹരിച്ച് പോകാനായിട്ട് പറ്റുന്നത് വരില്ല. സോ അങ്ങനെ വരുമ്പോൾ നമുക്കറിയാം ഹോസ്പിറ്റൽ സർവീസ് കാര്യങ്ങൾക്കൊക്കെ പ്രോബ്ലം സംഭവിക്കും അല്ലെ. The maintenance department needs to understand the unique nature of the hospital and the strategical research avenues to lower costs without compromising patients' care. അല്ലെ, അവിടെ തീർച്ചയായിട്ടും നമുക്കറിയാം അവിടെ മെയിൻ്റെനൻസ് ഡിപ്പാർട്ട്മെന്റിന് സവിശേഷമായിട്ടുള്ള ഒരു ഫണ്ട് അവിടെ നീക്കി വെക്കണം അല്ലെ. അപ്പൊ തീർച്ചയായിട്ടും അത് മനസ്സിലാക്കിയിട്ട് വേണം, അതൊരു ഗവേഷണം നടത്തിയിട്ട് വേണം അവിടെ പേഷ്യൻസിന് കെയർ കൊടുക്കാനായിട്ട് അല്ലെ. പേഷ്യൻസിന് നമ്മള് സേവനങ്ങൾ ലഭ്യമാകുമ്പോൾ തീർച്ചയായിട്ടും പേഷ്യൻസിൽ നിന്ന് പേയ്മെന്റ് നമ്മൾ ഈടാക്കുന്നുണ്ട്. അതേപോലെ തന്നെ ആ പേയ്മെന്റ് അനുസരിച്ചിട്ട് എല്ലാ കാര്യങ്ങളും പോകാനായിട്ട് അല്ലെ മെയിൻ്റെനൻസിനൊക്കെ വേണ്ടിയിട്ട് കൈകാര്യം ചെയ്യാൻ പറ്റുന്നുള്ളത് കൃത്യമായിട്ട് തന്നെ ഗവേഷണം നടത്തിയിട്ട് വേണം ഇത് ഫോളോ ചെയ്ത് പോകാനായിട്ട്. അതല്ല എങ്കിൽ നമുക്കറിയാം ചെലവ് കൂടുതൽ നീക്കി ചെലവ് കുറച്ച് നീക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം പ്രോബ്ലംസ് എല്ലാം പരിഹരിക്കാൻ സാധിക്കില്ല. അതേസമയം അത് കൃത്യമായിട്ട് തന്നെ നീക്കി വെക്കുന്നതനുസരിച്ചിട്ട് പേഷ്യൻസിൽ നിന്ന് നമുക്ക് ഈടാക്കേണ്ടതുണ്ട്. സോ അതെല്ലാം കൃത്യമായിട്ട് ഗവേഷണം റിസർച്ച് ഒക്കെ നടത്തിയതിനു ശേഷമാണ് ഈ വരുമാന മാർഗങ്ങളൊക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കാനും വിലയിരുത്താനും അതനുസരിച്ചിട്ട് അറേഞ്ച്മെന്റ്സ് ചെയ്യാനും സാധിക്കും. ഓക്കെ, അപ്പൊ മെയിൻ്റെനൻസ് എന്ന് പറയുന്നത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. സോ അതുകൊണ്ട് തന്നെ എന്താണ് കൃത്യമായിട്ട് തന്നെ അനലൈസ് ചെയ്തതിനു ശേഷമാണ് ഇതെല്ലാം കൈകാര്യം ചെയ്ത് പോകാനായിട്ട് സാധിക്കുകയുള്ളൂ. Major areas they can start from include energy management, inventory control and preventive maintenance. Okay, അപ്പൊ തീർച്ചയായിട്ടും നമുക്കറിയാം എനർജി മാനേജ്മെന്റ്, ഇൻവെന്ററി കൺട്രോൾ ഒക്കെ കൃത്യമായിട്ട് അല്ലെ നമുക്കറിയാം എല്ലാം ആവശ്യമാണ് അല്ലെ. ആവശ്യത്തിന് സ്റ്റോക്ക് ആവശ്യമാണ്, ആവശ്യത്തിന് അതിനാവശ്യമായ കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യാനായിട്ടുള്ള എനർജി മാനേജ്മെന്റ് ആവശ്യമാണ് അല്ലെ. അതേമാതിരി തന്നെ നടപ്പാക്കാനായിട്ട് മെയിൻ്റെനൻസ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് നടപ്പാക്കി കൊണ്ടുപോകാനായിട്ടുള്ള ഫണ്ടൊക്കെ ആവശ്യമാണ്. തീർച്ചയായിട്ടും നമ്മൾ ഫണ്ടുകൾ നീക്കിയിരിക്കുക അല്ലെ. നമ്മൾ സ്റ്റോക്കിന് വേണ്ടിയിട്ട് ഫണ്ട് നീക്കിയിരിപ്പ് നടത്തണം, മെയിൻ്റെനൻസ് കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നടത്തണം. നമുക്കറിയാം അവിടെ ഹ്യൂമൻ റിസോഴ്സുകളുണ്ട്, അത് കൈകാര്യം ചെയ്ത് കൊണ്ടുപോകാനൊക്കെ ഫണ്ട് നമ്മൾ നീക്കിയിരിപ്പ് നടത്തേണ്ടതാണ്. ഇതെല്ലാം നീക്കിയിരിപ്പ് നടത്തുമ്പോൾ നല്ല സേവനം പേഷ്യൻസിനെ ലഭ്യമാക്കണം. അവരിൽ നിന്ന് മിതമായ നിരക്കിൽ നമ്മൾ നല്ല പേയ്മെന്റ്സ് ഈടാക്കി വേണം. അപ്പോൾ തീർച്ചയായിട്ടും ഇതെല്ലാം സന്തുലിതാവസ്ഥയിലേക്ക് കൊണ്ടുവന്നതിന് ശേഷം മാത്രമാണ് തീരുമാനങ്ങളൊക്കെ എടുത്ത് നടപ്പാക്കി കൊണ്ടുവരാൻ സാധിക്കുകയുള്ളൂ. ഓക്കെ, അപ്പൊ പ്രോപ്പറായിട്ട് നമ്മൾ ബഡ്ജറ്റ് പ്ലാൻ ചെയ്യുമ്പോൾ മെയിൻ്റെനൻസ് ചെയ്തില്ലെങ്കിൽ അതിൻ്റെതായിട്ടുള്ള പരിണത ഫലങ്ങൾ ഫേസ് ചെയ്യേണ്ടതായിട്ട് വരും. ഓക്കെ,
ക്ലിയർ ആണോ? വായിച്ചു നോക്കാം. ചെറിയ ചെറിയ ക്വസ്റ്റ്യൻസ് ഒക്കെ കാണാറുണ്ട് കേട്ടോ. അതായത് നമുക്കറിയാം ഇതാണ് അവിടെ മേജർ കോസ്റ്റ് അല്ലെ, മെയിൻ്റനൻസ് മാനേജ്മെന്റ് എന്ന് പറയുന്നത് ഇറ്റ്സ് എ മേജർ കോസ്റ്റ് സെന്റർ ആൻഡ് ക്യാൻ സ്പൈറൽ ഔട്ട് ഓഫ് കൺട്രോൾ അല്ലെ. അവിടെ ഡാഷ് ഇസ് എ മേജർ കോസ്റ്റ് സെന്റർ ആൻഡ് ക്യാൻ സ്പൈറൽ ഔട്ട് ഓഫ് കൺട്രോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരായിരിക്കും അത് കൈകാര്യം ചെയ്തത് പോലത്തെ മെയിൻ്റനൻസ് മാനേജ്മെന്റ് ആണ്. സോ അവരാണ് ഇതെല്ലാം അല്ലെ കൈകാര്യം ചെയ്ത് കൊണ്ടുപോകുന്നത്. നല്ല കൃത്യമായിട്ട് കൈകാര്യം ചെയ്ത് കൊണ്ടുപോകാനായിട്ട് അവർക്ക് ശേഷിയുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്കറിയാം മെയിൻ്റനൻസ് ഒക്കെ കറക്റ്റ് ആയിട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കും. കേസ് അതേപോലെ തന്നെ നമ്മളിപ്പോ വെട്ടിക്കുറച്ചാലും പ്രശ്നമാണ് അല്ലെ. ആർബിട്രേറിയലി കട്ടിംഗ് മെയിൻ്റനൻസ് ബഡ്ജറ്റ് ഈസ് ലൈക്ലി ടു കോസ് എന്തിലേക്ക് പോകും, ഈവൻ ബിഗ്ഗർ പ്രോബ്ലംസ് റിലേറ്റഡ് ഡൗൺ ദ ലൈൻ അല്ലെ. വലിയ വലിയ പ്രോബ്ലംസിലേക്ക് പോകാനായിട്ട് സാധ്യതയാണ്. സോ മെയിൻ്റനൻസിന് ആവശ്യത്തിനൊക്കെ ഫണ്ട് ആവശ്യത്തിന് അവിടെ നീക്കിയിരിപ്പ് നടത്തേണ്ടത് ആവശ്യമാണ്. ഓക്കെ, ചെയ്യുന്നുണ്ടോ? ഞാൻ പറഞ്ഞതൊക്കെ ക്വസ്റ്റ്യൻ എങ്ങനെ വന്നേന്നുള്ള ഒരു ഡൗട്ട് ആയിരിക്കും നിങ്ങൾക്ക് ഉണ്ടാവുക. കാരണം ഇതില് അറിയാവുന്ന ഒരു വസ്തുത എന്ന് പറയുന്നത് മെയിൻ്റനൻസ് കറക്റ്റ് ആയിട്ട് നടത്തണം. മെയിൻ്റനൻസ് കറക്റ്റ് ആയിട്ട് നടത്തിയില്ലെങ്കിൽ പേഷ്യൻസിന് സർവീസ് ലഭ്യമാവില്ല എന്നൊക്കെ ഉള്ളൊരു ഇതാണ്. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ വരാൻ സാധ്യതയുള്ള കാര്യങ്ങളെ കുറിച്ചിട്ട് നോട്ട് ചെയ്യാൻ പറയുന്നത്. ഓക്കെ, അതേസമയം നമ്മള് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ഒക്കെ വലിയ കുഴപ്പമില്ല അല്ലെ. നമുക്ക് ഒരു ക്വസ്റ്റ്യൻസ് തന്നെ ഒരു നേച്ചർ ഇതൊക്കെ ആയിരിക്കും നമുക്കൊരു ഇതുണ്ട്, പോയുണ്ട് അല്ലെ. അതേസമയം ഇത് ഇങ്ങനെ എന്താ പറയുക അതിനുള്ളിൽ നിന്നുള്ള ചെറിയ ചെറിയ ക്വസ്റ്റ്യൻസുകളാണ് വരാൻ. സോ അതൊന്ന് മനസ്സിലാക്കി വെക്കാം. അല്ലേ, എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടോ? വായിച്ചു നോക്കാം. എവിടെയെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഒരു 3 പേജ് ഇട്ടല്ലേ. ഇത് എല്ലായ്പ്പോഴും ഇങ്ങനെ പോകാൻ പറ്റില്ല കേട്ടോ. കാരണം ചെറിയ ബുദ്ധിമുട്ടുള്ള ഭാഗങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ നമുക്ക് അതിന്റെ യുക്തം പോലെ നമുക്ക് ഡിസ്കസ് ചെയ്ത് പോകാനായിട്ട് ശ്രമിക്കാം. ഓക്കെ, നമുക്ക് നോക്കാം. അടുത്ത ഭാഗത്ത് തന്നെ ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് വെക്കാം. ക്രിട്ടിക്കൽ നീഡ് ഫോർ ഓക്കെ അല്ലേ, ഡൗട്ടുകളൊന്നുമില്ലല്ലോ. ക്രിട്ടിക്കൽ നീഡ് ഫോർ ഹോസ്പിറ്റൽ ഫെസിലിറ്റി മെയിൻ്റനൻസ് എന്താണ് പ്രധാനമായിട്ടും ഹോസ്പിറ്റൽ മെയിൻ്റനൻസിന് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ എന്തെന്ന് നോക്കാം. Implementing a future-proof hospital building maintenance strategy can effectively reduce the patient's complaints, violation, and asset downtime. That's a challenge to hospital maintenance managers for decades. Okay. തീർച്ചയായിട്ടും നമുക്ക് അറിയേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഇങ്ങനെ ഫ്യൂച്ചറിൽ അല്ലെ ഇംപ്ലിമെന്റിംഗ് ഫ്യൂച്ചർ പ്രൂഫ് ഹോസ്പിറ്റൽ ബിൽഡിംഗ് മെയിൻ്റനൻസ് സ്ട്രാറ്റജി അല്ലെ. അവിടെ കൃത്യമായിട്ടുള്ള ഒരു മെയിൻ്റനൻസ് സ്ട്രാറ്റജി എന്ന് പറയുമ്പോൾ തന്ത്രപരമായിട്ടുള്ള ഒരു മെയിൻ്റനൻസ് സ്ട്രാറ്റജി ഭാവിയിലേക്ക് വേണ്ടിയിട്ട് നമ്മൾ നടപ്പാക്കേണ്ടത് ആവശ്യമാണ്. അങ്ങനെ നടപ്പാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ എഫക്റ്റീവ്ലി റെഡ്യൂസ് പേഷ്യൻസ് കംപ്ലൈൻസ് അല്ലെ. നല്ല രീതിയിൽ നമ്മൾ അങ്ങനെ മെയിൻ്റനൻസ് കാര്യങ്ങളൊക്കെ നടപ്പാക്കിയിട്ടുണ്ടെങ്കിൽ പേഷ്യൻസിന്റെ കംപ്ലൈൻസ് കുറയും. അതേമാതിരി തന്നെ വയലേഷൻ ആൻഡ് അസറ്റ് ഡൗൺ ടൈം ദാറ്റ് ഇസ് ചലഞ്ച് ഹോസ്പിറ്റൽ മെയിൻ്റനൻസ് മാനേജേഴ്സ് ഫോർ ഡിക്കേഡ്സ് അല്ലെ. അവിടെ പ്രവർത്തനരഹിതമായിട്ടുള്ള സമയം അല്ലെ ഫലപ്രദമായിട്ട് കുറയ്ക്കാനായിട്ട് സാധിക്കും. എന്ന് വെച്ചാൽ ഡൗൺ ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു അല്ലെ വെല്ലുവിളിയെ നേരിടാനായിട്ട് ആവശ്യമായിട്ടുള്ള അല്ലെ ബുദ്ധിമുട്ടേറിയ അവസരങ്ങളൊന്നും ഉണ്ടാവാൻ സാധ്യതയില്ല. കാരണം കറക്റ്റ് ആയിട്ട് നമ്മൾ ഡിസൈൻ ചെയ്തിട്ടാണ് ഈ ഒരു മെയിൻ്റനൻസ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. സോ അത് എഫക്റ്റീവ്ലി നമുക്ക് റെഡ്യൂസ് ചെയ്ത് കൊണ്ടുപോകാനായിട്ട് സാധിക്കുമെന്നുള്ളതാണ്. അപ്പൊ നേരത്തെ കൂട്ടി ഒരു
ഫ്യൂച്ചർ പ്രൂഫ് ഹോസ്പിറ്റൽ ബിൽഡിംഗ് മെയിൻ്റെനൻസ് സ്ട്രാറ്റജികൾ അല്ലെ, അവിടെ തന്ത്രങ്ങളെല്ലാം തന്നെ മെയിൻറ്റെയിൻ ചെയ്യും, ഇംപ്ലിമെന്റ് ചെയ്യും എന്ന് വെച്ചാൽ നടപ്പാക്കണം. എങ്കിൽ മാത്രമാണ് കംപ്ലൈൻസുകളൊന്നും ഇല്ലാതെ അസറ്റ്സ് ഡൗൺ ടൈം എന്നെ ഫേസ് ചെയ്യേണ്ടതെന്ന് ആവശ്യമായിട്ട് വരില്ല. നമുക്ക് കൃത്യമായിട്ട് തന്നെ മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും. Hospital buildings maintenance is dependent on extending the utility of your buildings and assets by regulatory inspecting, repairing and maintaining the environment assets and applicants within hospital systems. Okay. തീർച്ചയായിട്ടും നമുക്കറിയാം ഹോസ്പിറ്റൽ ബിൽഡിംഗ് മെയിൻ്റെനൻസ് ഡിപ്പാർട്ട്മെന്റ് ആണ് അല്ലെ എക്സ്റ്റെൻഡിങ് ദ യൂട്ടിലിറ്റി ഓഫ് യുവർ ബിൽഡിങ്സ്. നമ്മുടെ ബിൽഡിങ്സിന്റെ ഉപയോഗങ്ങൾ അല്ലെ, അല്ലെങ്കിൽ അസറ്റ്സ് ബൈ റെഗുലേറ്ററി ഇൻസ്പെക്ടിങ്, കൃത്യമായിട്ട് തന്നെ അസറ്റുകളൊക്കെ വിലയിരുത്തുന്നതും റിപ്പയർ ചെയ്യുന്നതും മെയിൻ്റെനൻസ് അറ്റകുറ്റക്കാര്യങ്ങളൊക്കെ അല്ലെ, അത് എൻവയോൺമെന്റ് ആ ചുറ്റുവട്ടത്തെ അറ്റകുറ്റപ്പണികളും എല്ലാം തന്നെ കൈകാര്യം ചെയ്ത് കൊണ്ടുപോകുന്നത് ആരായിരിക്കും? നമ്മുടെ മെയിൻ്റെനൻസ് ഡിപ്പാർട്ട്മെന്റ് ആയിരിക്കും അല്ലെ. അപ്പൊ ആ ഒരു ഹോസ്പിറ്റൽ ബിൽഡിംഗ് മെയിൻ്റെനൻസ് ഡിപെൻഡന്റ് അല്ലെ, ആ ഒരു മെയിൻ്റെനൻസ് കൃത്യമായിട്ട് ഉണ്ടെങ്കിലാണ് ഇത്തരത്തിലുള്ള റെഗുലേറ്ററി പ്രോബ്ലംസ് ഒക്കെ പരിഹരിച്ച് പോകാനായിട്ട് സാധിക്കുകയുള്ളൂ. സോ അത് മനസ്സിലാക്കി വെക്കുക. ഹോസ്പിറ്റൽ ബിൽഡിംഗ് മെയിൻ്റെനൻസ് ഇസ് ഡിപെൻഡന്റ് on extending the utility of your buildings and assets അല്ലെ. അവിടെ ആ ഒരു പോയിന്റ്സും മാർക്ക് ചെയ്ത് പോവാ. എന്താണ്, അവരെയാണ് അത് ആശ്രയിച്ചുകൊണ്ടിരിക്കുന്നത്. അതായത് ഹോസ്പിറ്റൽ അസറ്റുകളെല്ലാം നല്ല രീതിയിൽ യൂസ് ചെയ്യാനായിട്ട് ആരെയാണ് ആശ്രയിക്കുന്നത്? ഹോസ്പിറ്റൽ ബിൽഡിംഗ് മെയിൻ്റെനൻസിനെയാണ് ആശ്രയിക്കുന്നത്. അവരാണത് കൃത്യമായിട്ട് അല്ലെ കേടുപാടുകളൊക്കെ അറ്റകുറ്റപ്പണികളൊക്കെ പ്രോബ്ലംസ് ഒക്കെ നീക്കം ചെയ്ത് ആ സോഴ്സ് അല്ലെ, ആ ഒരു ഉറവിടത്തിനെ നല്ല വെല്ലായിട്ട് കാത്തു സൂക്ഷിച്ച് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. Hospital building management team are responsible for heating, air conditioning, refrigeration, ventilation and any other assets within your healthcare facilities. Okay. തീർച്ചയായിട്ടും നമുക്കറിയാം ബിൽഡിംഗ് മാനേജ്മെന്റ് ടീം ആയിരിക്കും അല്ലെ അവിടെ എന്തെങ്കിലും ചൂടിന്റെ കാര്യങ്ങളാണെങ്കിലും എയർ കണ്ടീഷൻ, റെഫ്രിജറേറ്റർ അല്ലെ, വെന്റിലേഷൻ, വായു, വെളിച്ചം, അതേപോലെ തന്നെ AC കാര്യങ്ങൾ അല്ലെ, എല്ലാം തന്നെ കൃത്യമായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്നു. സോ അത്തരത്തില് തീർച്ചയായിട്ടും ഹോസ്പിറ്റൽ ബിൽഡിംഗ് മെയിൻ്റെനൻസ് അവിടെ ഉണ്ടായിരിക്കണം എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ്. ഓക്കെ, ഞാൻ അൺമ്യൂട്ട് ആക്കാം അല്ലെ. നമ്മളിങ്ങനെ എടുത്തിട്ട് പോയി കഴിഞ്ഞാൽ നമുക്കൊന്നും കിട്ടാതിരിക്കരുത്. ഫസ്റ്റ് ഡേ ആണ് അല്ലെ ഹോസ്പിറ്റൽ ഇതുമായി ബന്ധപ്പെട്ട മെയിൻ്റെനൻസ് ഡിപ്പാർട്ട്മെന്റുമായിട്ട് ബന്ധപ്പെട്ട ഏകദേശം ഒരു ഐഡിയ കിട്ടി അല്ലെ? കിട്ടിയില്ലേ? ക്ലിയർ അല്ലേ? എന്തെങ്കിലും ഡൗട്ടുകളുണ്ടോ? ഞാൻ പറഞ്ഞ പോയിന്റ്സ് ഒക്കെ നിങ്ങൾ നോട്ട് ചെയ്തിട്ടുണ്ട് അല്ലേ? എന്തെങ്കിലും ഡൗട്ടുകള്? അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. ഓക്കെ, താങ്ക് യു.